ചെയ്യാട്ടോ കാര്യങ്ങളൊക്കെ. ഓക്കെ മിസ്. ഓക്കെ, ആദ്യം റെക്കോർഡ് തന്നെ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവർക്ക് റെക്കോർഡ് കൊടുക്കാം. ഓക്കെ, അതായത് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇപ്പൊ എല്ലാവരും ജോയിൻ ആയിട്ടുണ്ടാകും. ഇനി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ലിസ്റ്റിൽ പേര് ആഡ് ചെയ്യുക. ചെയ്തിട്ടുണ്ട്, എല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും ഇനി ബാക്കിയുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അതിന് മുന്നിൽ നിങ്ങൾക്കൊരു നമ്പർ തന്നിട്ടുണ്ട്, 1 2 3 4 എന്ന് പറഞ്ഞ ഒരു ബ്ലൂ കളറിൽ അല്ലെ, ഇല്ലേ? ആ ആ നമ്പർ ആണ് നിങ്ങളുടെ നമ്പർ. ഇനി ഈ ട്രെയിനിങ് കഴിയുന്നത് വരെ നിങ്ങളുടെ നമ്പർ അതാണ്. ഞാൻ ചോദിക്കും ആരാണ് മൂന്നാമത്തെ കുട്ടിയുടെ ആള് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ആ നമ്പറാണ് പറയേണ്ടത്, ആ നമ്പറിലുള്ള ആളാണ് വരേണ്ടത്. നിങ്ങളുടെയൊക്കെ നമ്പർ പെട്ടെന്നൊന്ന് പോയിട്ട് ഇവിടെ ചാറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടാട്ടെ, ഏതാ നിങ്ങളുടെ നമ്പർ എന്നുള്ള കാര്യം. പെട്ടെന്ന് നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ നോക്കി അവിടെ പോയി നോക്കുക, ഇവിടെ വന്നിട്ട് ഇടുക. ക്ലിയർ? അവിടെ നോക്കുക, ഇവിടെ വന്നിട്ട് ചാറ്റ് ബോക്സിൽ ഇടുക നിങ്ങളുടെ നമ്പർ എത്രയാന്നുള്ളത്. ജാസ്മിന് 7 അഖില 14. ഓക്കെ, എല്ലാവർക്കും അവരവരുടെ നമ്പർ ഇപ്പൊ മനസ്സിലായല്ലോ, അതാണ് നിങ്ങളുടെ നമ്പർ. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് കുട്ടികളെ തരുമ്പോ 23 നമ്പറുള്ള മീൻസ് 23 കുട്ടികളായിരിക്കും തരാം. ഇവരുടെ മുന്നിലും ഇതുപോലെ നമ്പേഴ്സ് ഉണ്ടാവും. ബ്ലൂ കളറിലൊന്നും ആയിരിക്കില്ല, നമ്പേഴ്സ് ഉണ്ടാവും ഈ കുട്ടികൾക്കൊക്കെ, 1 2 3 4 5 അങ്ങനെ. അതിലിപ്പോ ഒന്നാമത്തെ ആള് ഇപ്പൊ അഖിലയാന്നുണ്ടെങ്കിൽ, ഇപ്പൊ അഖിലയുടെ നമ്പർ 14 പറഞ്ഞേ, 14-ാമത്തെ നമ്പറിലുള്ള കുട്ടിയായിരിക്കും 14-ാമത്തെ നമ്പറിലുള്ള അഖിലയുടെ ട്യൂഷൻ എടുക്കേണ്ട കുട്ടി. ഓക്കെ, ഒരു ടീച്ചർക്ക് ഒരു കുട്ടി എന്ന രീതിയിലായിരിക്കും ഞാൻ തരിക. ഓക്കെ, നിങ്ങൾക്ക് വരാൻ പോകുന്ന കുട്ടികള് LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഈ ക്ലാസ്സുകളിലെ കുട്ടികളാവാനാണ് കൂടുതൽ സാധ്യത. ഇനിയിപ്പോ ചിലപ്പോ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഉണ്ടായേക്കാം. അതില് മുകളിൽ പോവാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് വേണ്ടാന്ന് വെക്കണം. ഓക്കെ, നിങ്ങൾ എന്റെ അടുത്ത് പറയാ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഓൺ ടൈം നാളെ പറയാമെന്ന് വിചാരിക്കരുത്. അപ്പൊ തന്നെ എന്റെ അടുത്ത് വന്ന് പറയണം. നമുക്ക് അടുത്ത കുട്ടിയെ വേഗം ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തരേണ്ടതാണ്. ഏതെങ്കിലും നിങ്ങൾക്ക് ചില കുട്ടികൾ ഓക്കെ ആയി എന്ന് വരില്ല, അപ്പോഴൊക്കെ നിങ്ങൾക്ക് വേഗം വന്ന് പറയാം. നിങ്ങൾ മിസ് എന്ത് വിചാരിക്കും അങ്ങനെയൊന്നുമില്ല. അപ്പൊ നിങ്ങളുടെ ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. നിങ്ങൾക്ക് ഞാൻ 25 ദിവസമാണ് തരാൻ പോകുന്നത്. 1-ാം തീയതി തുടങ്ങി കഴിഞ്ഞാൽ 25-ാമത്തെ ദിവസം അഥവാ 25-ാം തീയതിയിലേക്ക് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. 15 ദിവസത്തെ ക്ലാസ്സിന് 10 ദിവസം എക്സ്ട്രാ ഞാൻ തരുന്നത്. നിങ്ങൾ സൺഡേ സാറ്റർഡേ ഒക്കെ ചിലപ്പോൾ ലീവ് വേണ്ടി വരാം കുട്ടികൾക്ക്, അല്ലെങ്കിൽ മറ്റു ദിവസങ്ങളിൽ ലീവ് വേണ്ടി വരും. കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസം ലീവ് എടുക്കുന്ന കുട്ടിയാന്നുണ്ടെങ്കിൽ അവരെ ക്യാൻസൽ ചെയ്യാം. നിങ്ങൾക്ക് പുതിയ കുട്ടിയെ തരുന്നതായിരിക്കും. അത് കറക്റ്റ് നോക്കാം. 3 ദിവസത്തിൽ കൂടുതൽ എടുക്കുമ്പോഴാണ് പ്രശ്നം. 3 ദിവസം വരെ അവർക്ക് എടുക്കാം, ലീവ് എടുക്കാം കണ്ടിന്യൂസ് ആയിട്ട്. അതിനുശേഷം എടുക്കുക എന്നുണ്ടെങ്കിൽ മാക്സിമം അവരെ പെട്ടെന്ന് തന്നെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ? ഇതുവരെ ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഞാൻ കുട്ടികളുടെ ഡീറ്റെയിൽസ് തരുന്ന സമയത്ത് കുട്ടിയുടെ പേര്, ക്ലാസ്, പാരന്റിന്റെ നമ്പർ, ഇത്രയും കാര്യങ്ങളായിരിക്കും തരിക. ഓക്കെ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എപ്പോഴാണോ ഞാൻ കുട്ടികളുടെ ഡീറ്റെയിൽസ് തരുന്നത് അപ്പൊ തന്നെ അവരെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. അപ്പൊ തന്നെ നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യുക. അവരുമായിട്ടാണ് നിങ്ങൾ ടൈം ഡിസ്കസ് ചെയ്യേണ്ടത്. ഏത് ടൈമാണ് അവർക്കും നിങ്ങൾക്കും ഓക്കെ എന്നുള്ളത് എന്ത് ചെയ്യണം, ചോദിച്ച് റെഡി ആക്കണം, സെറ്റ് ആക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ എഴുതി വെച്ചാൽ മതി, ആരും ഇപ്പൊ ചോദിക്കരുത്. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നാളെ 12 മണിക്കുള്ളില്, നാളെ രാത്രി 12 മണിക്കുള്ളില് നിങ്ങൾ എല്ലാവരും സൂം ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഓൺലൈൻ കുട്ടികളുടെ ഗ്രൂപ്പില് പോസ്റ്റ് ചെയ്തിരിക്കണം. സൂമിലാണ് നമ്മൾ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓരോ ദിവസവും അന്നന്നത്തെ പുതിയ പുതിയ ലിങ്ക് ക്രിയേറ്റ് ചെയ്യണം. സെയിം ലിങ്കിൽ ക്ലാസ് എടുക്കണ്ട. അതും നിങ്ങൾ പഠിക്കണമല്ലോ, അതൊരു പ്രാക്ടീസ് ആവണമല്ലോ. അപ്പോ ടൈമൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലിങ്ക് പ്രിപ്പയർ ചെയ്യാം. ഇനി ലിങ്കിലേക്ക് വരുന്ന സമയത്ത് ഈ ലിങ്ക് നിങ്ങൾ 3 സ്ഥലങ്ങളിലേക്കാണ് ഫോർവേഡ് ചെയ്യേണ്ടത്. നമ്പർ 1, നിങ്ങളുടെ കുട്ടിക്ക് അയച്ചു കൊടുക്കണം. നമ്പർ 1, നിങ്ങളുടെ എല്ലാവരും നോട്ട് ചെയ്യുക, വന്നിട്ട് പിന്നെ ചോദിക്കരുത്. എന്താണ്? 1, നിങ്ങളുടെ കുട്ടിക്കാണ് അയക്കേണ്ടത്. 2, ഗ്രൂപ്പിലാണ് നിങ്ങൾ അയക്കേണ്ടത്. ട്രെയിനിങ്. മാം കുറച്ച് സ്പീഡ് കുറച്ച് പറയോ? ഓക്കെ, അതായത് ഈ ലിങ്ക് നിങ്ങൾ 3 സ്ഥലത്തേക്കാണ് അയക്കേണ്ടത്. 1, നിങ്ങൾ ക്ലാസ് എടുക്കാൻ പോകുന്ന പാരന്റിന്റെ വാട്സപ്പിലേക്ക്. 2, നിങ്ങൾ ഇപ്പൊ നിലവിലുള്ള ഗ്രൂപ്പിലേക്ക്. 3, എനിക്ക് PM-ലേക്ക് അയക്കണം. ഇനി ശ്രദ്ധിക്കുക, എനിക്ക് എന്തിനാ PM-ൽ എനിക്ക് അയക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ
ഒരു ദിവസം ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ ക്ലാസ് കാണാനായിട്ട് കേറും. ശരിക്കും ശ്രദ്ധിക്കാൻ കേറും. അന്ന് ഇപ്പൊ ഞാന് അഖിലയുടെ ക്ലാസ് ഇന്ന് കാണാൻ വേണ്ടി കേറി. ഇന്നത്തെ ലിങ്കിൽ എനിക്ക് പി എമ്മിൽ വന്നപ്പോ ഞാൻ കേറി എന്ന് വിചാരിക്കാം. എന്നാൽ നാളെ മുതൽ അഖില എനിക്ക് പി എമ്മിൽ അയക്കേണ്ട ആവശ്യമില്ല. പി എമ്മിൽ പിന്നെ അയക്കേണ്ട. ഓക്കെ, ഞാൻ ഒരിക്കൽ കയറി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അയക്കേണ്ട 2 സ്ഥലങ്ങളിൽ നിങ്ങൾ അയച്ചാൽ മതി. ഇനി നിങ്ങളുടെ ലിങ്ക് എനിക്ക് അയച്ചിട്ട് കുട്ടി അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്നെ നിങ്ങളൊന്ന് ഒറ്റ ഒരു റിങ്, വെറുതെ വിളിച്ചോണ്ടിരിക്കരുത്, ഒരൊറ്റ റിങ് എനിക്ക് മിസ് ഇടണം. ഓക്കെ, ഒരുപാട് അടിച്ച് എന്നെ ബുദ്ധിമുട്ടിനെ. കാരണം ഇത്രയും ആൾക്കാർ ചെയ്യുന്ന സമയത്ത് 2-3 ബാച്ചുകാരുണ്ട്. അപ്പൊ എല്ലാവരും ഒരുമിച്ചാണ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഒരുപാട് ഫോൺ വന്ന് എന്റേതും ഫോൺ തന്നെയാണ്, വേറെ പുതിയ കണ്ടുപിടിച്ച സിസ്റ്റം ഒന്നും അല്ല. അപ്പൊ എന്താണ്, അതിനനുസരിച്ചിട്ട് മനസ്സിലാക്കി ഒറ്റ റിങ് തരാം. ഓക്കെ, മിസ്സെ കയറും അതൊന്നും വേണ്ട. ഞാൻ ഫ്രീ ആണെങ്കിൽ ഞാൻ കയറും. അഥവാ എനിക്ക് ഈ ഒരു ട്രെയിനിങ്ങിനുള്ളിൽ കയറാൻ പറ്റാത്ത ക്ലാസ്സുകളാണെങ്കിൽ ഞാൻ പാരന്റ്സിന്റെ അടുത്ത് ഫീഡ്ബാക്ക് എടുക്കും. അത് എല്ലാവരുടെയും എടുക്കും കേട്ടോ. അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. എല്ലാം മനസ്സിലായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ക്ലാസ്സിന്റെ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഞങ്ങൾക്ക് പല പല സ്ഥലങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് വരിക. പല സ്ലാങ്ങിലുള്ള കുട്ടികളായിരിക്കും വരിക. നിങ്ങളുടെ സംസാരം ക്ലിയർ ആയിരിക്കണം. ഓക്കെ, അവിടെ നിങ്ങളുടെ നാടിൻ്റെതായ സ്ലാങ് മാക്സിമം ഒഴിവാക്കിയിട്ട് നല്ല കറക്റ്റ് മലയാളത്തിൽ സംസാരിക്കുക. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്നും പറയുന്ന പോലെ ബാക്ക്ഗ്രൗണ്ട് നല്ല പ്ലെയിൻ ആയിരിക്കണം. പ്ലെയിൻ ലൈക്ക് ഭയങ്കര പ്ലെയിൻ എന്നല്ല ഉദ്ദേശിച്ചേ, നീറ്റ് ആയിരിക്കണം. അലമ്പാവരുത്, ഒരു കാരണവശാലും അലമ്പാവരുത്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ലൈറ്റ് അറേഞ്ച്മെന്റ് ഷുഡ് ബി പ്രോപ്പർ. നല്ല പ്രോപ്പർ ആയിട്ടുള്ള നിങ്ങളുടെ ഫേസിന് ഓപ്പോസിറ്റ് നിന്ന് വരുന്ന ലൈറ്റ് ആകുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, നല്ല, കാരണം ഡിം ആയിട്ടിരിക്കുന്ന സ്ഥലത്ത് കുട്ടികൾ ശ്രദ്ധിക്കത്തില്ല, അവരെണീച്ചു പോകും. അവർക്ക് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നോക്കി ക്ലാസ് കേൾക്കാനാണ് ഇഷ്ടം ഉണ്ടാവുക. ഓക്കെ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ് ആയിട്ട് പറയാനുള്ളത് നിങ്ങളുടെ ഡ്രസ്സിങ് അടുക്കളയിൽ നിന്ന് കയറി വന്ന കോലത്തിൽ ഒരു കാരണവശാലും നിങ്ങൾ ക്ലാസ് എടുക്കരുത്. ഓക്കെ, നീറ്റ് ആയിട്ട് നിങ്ങൾ ക്ലാസ് എടുക്കാൻ പ്രിപ്പയർ ആണ് എന്ന് അവർക്ക് തോന്നുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഓഫ്ലൈൻ പോലെ അല്ല. ഇവിടെ പാരന്റ് കൂടി നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, അത് മനസ്സിലാക്കുക. ഓക്കെ, അതുകൊണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. അതുപോലെ ഇപ്പൊ എന്താ പറയാ, മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്കാർഫ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, മറ്റു കമ്മ്യൂണിറ്റിക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഷോള് അങ്ങനെ നല്ല രീതിയിലൊക്കെ സെറ്റ് ചെയ്തിട്ട് പോവാം. ടീഷർട്ട് ലൈക്ക് അങ്ങനെയൊക്കെ ഒഴിവാക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല. എങ്കിലും ഒന്നുകൂടി അവർക്ക് പ്രിപ്പയർഡ് ആണ്, ക്ലാസ് എടുക്കാൻ അവർ പ്രിപ്പയർ ആയിട്ട് ഇരിക്കുവാന്നെന്ന് തോന്നണം. ഓക്കെ, അത് ശ്രദ്ധിക്കുക. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഷർമിന ഇസ് ഓക്കെ, അതായത് ഷർമിനൊക്കെ ഇരിക്കുന്ന ആ ഒരു ലെവലിൽ നിങ്ങളെ, അത് കുറച്ചുകൂടി ബാക്കിലാണ് ഉള്ളത്, കുറച്ചുകൂടി മുന്നോട്ടേക്ക് വരണം കേട്ടോ ഷർമിന. അതായത് നിങ്ങളുടെ ഒരു ഷോൾഡർ അല്ലെങ്കിൽ ഇതാ എൽബോന്റെ അത്രയും ഭാഗം കുട്ടി കാണണം. ഓക്കെ, എൽബോ മനസ്സിലായില്ലേ? അത്രയും ഭാഗം കുട്ടി ഉറപ്പായിട്ട് കാണുക. ഷോൾഡർ പോരാ, കുറച്ചുകൂടി എൽബോ ലൈക്ക് അത്രയും ഭാഗം കുട്ടി കണ്ടിരിക്കണം. ഫോൺ ഒരു സ്ഥലത്ത് സ്റ്റേബിൾ ആയിരിക്കണം. നിർബന്ധമാണ് ഒരു സ്ഥലത്ത് ഫിക്സഡ് ആയിരിക്കണം. അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി ഇങ്ങോട്ടേക്കൊന്നും പോകാൻ വേണ്ടി പാടില്ല. ഇത് നിങ്ങളെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, നമ്മുടെ കമ്പനിയെ കൂടി ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇത്രയും ഒന്നുകൂടി കൃത്യമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരണം കേട്ടോ. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഭാവിയിൽ ഓൺലൈൻ സ്കൂളൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര യൂസ്ഫുൾ ആവും ഈ പോയിന്റ്സ് ഒക്കെ കേട്ടോ. ഓക്കെ, അടുത്തതായിട്ട് പറയാനുള്ളത് ഫോണിന്റെ പറഞ്ഞല്ലോ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആ. ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടന്റ്. അത് സ്റ്റക്ക് ആവുക, പിന്നെ എന്താ പറയാ, സൗണ്ട് ഫെയ്ഡ് ആയി പോവുക, അതൊന്നും പാടില്ല. നല്ല ക്ലിയർ ആയിട്ട് അടിപൊളിയായിട്ട് കുട്ടികൾക്ക് കേൾക്കാനും ഒക്കെ പറ്റണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് പഠിപ്പിക്കാനായിട്ട് നോർമൽ ബ്ലാക്ക് ബോർഡോ വൈറ്റ് ബോർഡോ സ്ലേറ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഉറപ്പായിട്ടും ഓരോ ദിവസത്തേക്കും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ടീച്ചിങ് ആയിട്ട് കയ്യിൽ കരുതിയിട്ട് മാത്രമേ കയറാൻ പാടുള്ളൂ. ഞാൻ കയറുന്ന സമയത്ത് എന്താ വേണ്ടത്, എനിക്കത് പ്രസന്റ് ചെയ്യണം. നിങ്ങൾ ഇതാണ് മിസ്, ഞാൻ ചോദിക്കും എവിടെയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കാണിച്ചു തരണം. ഓക്കെ, അപ്പൊ അവിടുന്ന് പിറകെ കളിക്കരുത് കേട്ടോ. പെട്ടെന്ന് കാണിക്കുക, ഞാൻ ഇറങ്ങും. നിങ്ങൾ എത്ര സമയം നിങ്ങൾ ഈ കാണിച്ചു തരാതിരിക്കുന്നു അത്ര സമയം ഞാൻ അവിടെ ഇരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ ഓടിക്കുന്നതല്ലേ നല്ലത്. ഓക്കെ, അതൊക്കെ ശ്രദ്ധിക്കുക. അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഐ കോണ്ടാക്ട് കറക്റ്റ്. എവിടെയൊക്കെ ആകാശത്തൊക്കെ നോക്കിയിട്ട് കുട്ടിയെ പഠിപ്പിക്കാൻ നിൽക്കരുത്, അതൊക്കെ ശ്രദ്ധിക്കുക. അവരുടെ
മൈൻഡ് ഡിസ്ട്രാക്ട് ആവുന്ന അറ്റൻഷൻ ഡിസ്ട്രാക്ട് ആവുന്ന തരത്തിലുള്ള ഒന്നും ബേക്കിൽ ഉണ്ടാവരുത്, ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവരുത്. അത് നോയ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പിക്ചർ ആയിക്കോട്ടെ, ഒന്നും പാടില്ല. മറ്റൊന്ന്, ഈ നിങ്ങളുടെ ലിങ്കിന്റെ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് 40 അല്ലെ? ഓ, ഞാൻ ക്ലാസ്സിലാ. ആ ഇൻസ്ട്രക്ഷൻ ബാക്ക്ഗ്രൗണ്ട് ഡ്രസ് മിസ് പോയോ? ജാസ്മിനെ നീ മ്യൂട്ടഡ് അല്ല കേട്ടോ. ആ നമ്പർ എവിടെ ആ നമ്പർ കിട്ടിയില്ലല്ലോ. അത് ഏത് ഇതിലാള്ളേ? ഏത് നമ്പര്? എനിക്കും നമ്പർ ഇട്ടിട്ടില്ല. എങ്ങനെ നമ്പർ ഇട്ടിരിക്കുന്നു? ഓൺലൈൻ നമ്പർ കൊടുത്തില്ലേ? അയാദ്യം നമ്മള് ഓൺലൈൻ പേര് നമ്പർ എഴുതി പേര് നമ്പർ കൊടുത്തതാണ്. കൊടുത്തില്ലേ? ആ ഗ്രൂപ്പിൽ ആഡ് ആയിട്ടുണ്ടോ? അതായത് ഈ ഓൺലൈൻ ഗ്രൂപ്പ് തുടങ്ങി അതിൽ ആഡ് ആയിട്ട് ഗ്രൂപ്പിൽ ഇന്നലെ നമ്പർ ഒന്നും കിട്ടിയില്ല. അതിന്റെ അപ്പൊ അകത്ത് ഗ്രൂപ്പിൽ ഏഡ് ആയിട്ടില്ല. 1 എന്ന് പറഞ്ഞ നമ്മുടെ പേര് 2 എന്ന് പറഞ്ഞ അങ്ങനെ നമ്മൾ അതിന്റെ ആഡ് ചെയ്തത്. അതിന്റെ ഫ്രണ്ടിലുള്ള ആ നമ്പറാണ് ഉദ്ദേശിച്ചത്, അല്ല വേറെ നമ്പർ ഒന്നും അല്ല. എങ്ങനെ? അല്ല, ഗ്രൂപ്പിൽ ഏഡ് ആയിട്ടില്ല. ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പൊ എന്റെ പേര് ഞാൻ ആഡ് ചെയ്ത്, ഇപ്പൊ ധന്യ ആഡ് ചെയ്ത്, ധന്യയുടെ ബാക്കിൽ നമ്മൾ കോപ്പി ചെയ്തല്ലേ ആഡ് ആവുന്നത്. അപ്പൊ ഞാൻ 2 എന്ന് പറഞ്ഞില്ലേ ജാസ്മിൻ എന്ന് ആഡ് ആയത്. അപ്പൊ ആ 2 ആണ് അങ്ങനെ എന്റെ കോപ്പി നമ്പർ. ചെയ്യണം. ഓക്കെ ഓക്കെ. അത് അതാണ് വേറെ ചെയ്തിട്ടുണ്ടാവും. നമ്പർ ഒന്നും അല്ല. ഗ്രൂപ്പിൽ ഏഡ് ആയിട്ടുണ്ടാവും. പേര് കൊടുത്തിട്ടുണ്ടാവൂല. ഇല്ലാതാ പേര് ആഡ് ചെയ്തിട്ടുണ്ട് ആ ലിസ്റ്റില്. ഇല്ല, പേര് ഏഡ് ചെയ്തില്ല ഗ്രൂപ്പിൽ. അതാ ഞാൻ 16 പേരെ ലിസ്റ്റിലുള്ളു. മിസ് ഇപ്പൊ താറാ മെമ്പർ 23 പേരുണ്ട്. അതാണ് കുറെ ആൾക്കാർ പേര് ഇതുവരെ ആഡ് അപ്പൊ ഇന്ന് തന്നെ ചെയ്തിട്ടുണ്ട്. കേറിയിട്ട് അത് ആഡ് ആയിട്ട് ആ നമ്പർ നോട്ട് ചെയ്ത് വെച്ച കാര്യം മിസ് ആ നമ്പറാ വിളിക്കുന്നേന്ന് പറഞ്ഞേട്ടാ. അത് ഞാനിങ്ങനെ ടാഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് തന്നെ നോക്കിക്കോ. ഞാൻ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് കയറി കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ട് ആഡ് ആയത്. വേണമെങ്കിൽ ഇപ്പൊ വേഗം ചെയ്തോ. അത് തന്നെ മറന്നുപോലെ ക്ലാസ്സിന് കഴിഞ്ഞു. ഞാൻ എന്തൊക്കെയോ എഴുതിയെടുത്തില്ല. സ്പീഡായിട്ട് എളുപ്പമല്ലാന്ന് മനസ്സിലായല്ലോ ഓൺലൈൻ. ഇപ്പൊ എന്നെ സംബന്ധിക്കണ്ടേ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം കുറച്ചൊക്കെ. നമ്മൾ ടീച്ചർമാരെല്ലാം സമ്മതിക്കണ്ടേ? അവളെന്തോ പറയണേ ജാസ്മിന്? ഹലോ എന്താ? ഹലോ. ഓക്കെ, നമ്മൾ എവിടെയാ നിർത്തിയത്? ലാസ്റ്റ് ഒന്ന് പറഞ്ഞേ. ടൈമിന്റെ കാര്യം അത് പറഞ്ഞു തുടങ്ങുമായിരുന്നു. ശരി ശരി. ടൈം ലിമിറ്റ് വന്നിട്ട് 40 മുതൽ 45 മിനിറ്റ് വരെ കിട്ടുള്ളൂ. ഓക്കെ, എന്നാല് ഇത് കട്ടായിട്ട് വീണ്ടും റീജോയിൻ ചെയ്യാൻ കുട്ടികളുടെ അടുത്ത് പറയണ്ട. ഓക്കെ, റീജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടിയുടെ അടുത്ത് പറയണ്ട. അത് കഴിഞ്ഞ് അത്ര എടുത്താൽ മതി. ആക്ച്വലി നിങ്ങൾ 1 hour ആണ് എടുക്കേണ്ടത്. അതേ സമയത്ത് രണ്ടാമത് കേറൂല കുട്ടികൾ, കുഞ്ഞു മക്കളല്ലേ, അവർക്ക് ഒരു ചടപ്പായിരിക്കും. പിന്നെ അവരെ ചടപ്പിക്കണ്ട എന്ന് കരുതിയിട്ടാണ്. ഇനി അടുത്തെന്ന് പറയുമ്പോ സൂം അഥവാ പാരന്റിന് അറിയുന്നില്ല, അതേ സമയത്ത് സൂം ഒന്ന് സെറ്റ് ആകുന്നില്ല, അങ്ങനെയൊക്കെ പറയുവാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റ് യൂസ് ചെയ്യാം. എപ്പോഴും സൂം ആണ് ഏറ്റവും ബെസ്റ്റ്. സൂം ആണ് ക്ലാസ് എടുക്കാൻ ഏറ്റവും ബെസ്റ്റ്. കുട്ടികളെ ക്യാച്ച് ചെയ്യാൻ നമുക്ക് ഏറ്റവും ഈസി. എല്ലാം കൊണ്ടും സൂം ആണ്. ഓക്കെ, ഞാൻ 2 ക്ലാസ് എടുത്ത ഒരാളാണ്. സോ എക്സ്പീരിയൻസ് ത്രൂ ഞാൻ പറയുവാണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, ഇനി ഗൂഗിൾ മീറ്റ് ആണെന്നുണ്ടെങ്കിൽ വേറെ വഴിയില്ലല്ലോ, അതെടുക്കുക. പിന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാം, വൈറ്റ് ബോർഡ് ഷെയർ ചെയ്യാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ത്രൂ ഔട്ട് നിങ്ങൾ ഇത് മാത്രം ആവരുത്. സ്റ്റാർട്ടിങ് ടു എൻഡ് നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വൈറ്റ് ബോർഡ് എടുത്തുകൊണ്ടിരിക്കരുത്. കുട്ടികൾ എണീച്ച് പോവും. ഓക്കെ, അതുപോലെ കുട്ടികളെ ഇരുത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് നല്ല സ്റ്റാർ സ്റ്റിക്ക് ഒക്കെ ഉണ്ടാവില്ലേ, സ്റ്റിക്കിൽ ചെറിയൊരു സ്റ്റാർ ഒക്കെ സ്മൈലി ഒക്കെ പോലെ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരെ അട്രാക്ട് ചെയ്യുന്ന എന്തെങ്കിലും, അവരെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുന്ന ലൈക്ക് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കണം കയ്യിൽ. ഓക്കെ, ഒരു കാരണവശാലും കുട്ടിയെ വഴക്ക് പറയാനോ ഷൗട്ട് ചെയ്യാനോ പറ്റില്ല. പാടില്ല എന്ന് പറഞ്ഞാൽ പാടില്ല. ബിക്കോസ് 15 സോറി ഇവിടെ പറഞ്ഞതാണ്. ശരി, അപ്പൊ അവള് പറയാ ശാന്തി ഇതിക്ക് പറ്റൂന്ന് വഴക്ക് പറയാൻ വേണ്ടി. അവർക്ക് പറ്റൂല അല്ലേ? ഞാൻ എപ്പോ വഴക്ക് പറഞ്ഞു? നിങ്ങളെ വഴക്ക് അല്ല, ഞാൻ ഈ പറയുന്നത് വഴക്ക് നമ്മൾ വിചാരിക്കണേ. അങ്ങനെ പറഞ്ഞേട്ടാ.
ഓക്കെ. അല്ല എന്റെ അനിയത്തിയാണ്, വെറുതെ ചൊറിഞ്ഞോണ്ടിരിക്കും. എനിവേ ആ എന്ത് ചെയ്യണം, ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പാരന്റ് ഉണ്ട് അടുത്ത്. അത് എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ വേണം. അവരാണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയേണ്ട ആൾക്കാർ. അല്ലാണ്ട് ഞാൻ നിങ്ങളുടെ 15 ദിവസത്തെ ക്ലാസ് നോക്കിയിരിക്കാൻ എനിക്ക് പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ ആ ഒരു ദിവസം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ, ചിലപ്പോൾ എനിക്ക് ഓക്കെ ആയില്ലെങ്കിൽ രണ്ടാമത്തെ ദിവസമൊക്കെ കയറും, ഗ്രൂപ്പിൽ തന്നെ ലിങ്കിൽ കയറും. ഗ്രൂപ്പിൽ നിർബന്ധമായിട്ട് ലിങ്ക് ഇട്ടിരിക്കണം. അല്ലാണ്ട് നിങ്ങളുടെ ഒരു ട്രെയിനിങ്ങും അക്സെപ്റ്റബിൾ ആയിരിക്കില്ല, നിങ്ങൾ തന്നെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഗ്രൂപ്പിലെ ലിങ്കിന്റെ എണ്ണം നോക്കിയിട്ടാണ് നിങ്ങൾ എത്ര ട്രെയിനിങ് എടുത്തു എന്ന് ഞാൻ നോക്കുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലാസ്റ്റ്. ഓക്കെ. ഇനി അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ എന്താണ് ലെസൺ പ്ലാൻ. യെസ്, ലെസൺ പ്ലാനിനെ കൊണ്ട് പറയുമ്പോൾ MTTC-കാർക്ക് ലെസൺ പ്ലാൻ മിക്കവാറും ബുക്ക് ഉണ്ടാകത്തില്ല, PPTTC-കാർക്ക് ഉണ്ടാവും. റൈറ്റ്? അതാണ് മനസ്സിലായോ? ആണ് PPTC ചില ആൾക്കുണ്ട്. ആ, MTTC-കാർക്ക് ഇല്ലല്ലോ. ഇല്ല, എനിക്ക് കിട്ടിയിട്ടില്ല. ആ, അതങ്ങനെയാണ്. അപ്പൊ പറഞ്ഞു വരുന്നത് കിട്ടിയിട്ടില്ലല്ലോ. അഖിലക്കില്ല, ചിലർക്ക് ഉണ്ടാവില്ല, ചിലർക്ക് ഉണ്ടാവും. അത് വിശ്വാക്കണ്ട, പ്രശ്നമൊന്നുമില്ല. അതായത് ഉള്ളവരെന്ത് ചെയ്യും, ആരുടെ കയ്യിലാ ഉള്ളത്? ഓഫ്ലൈൻ ആൾക്കുണ്ടെന്ന് എനിക്കറിയാം, എനിക്ക് ഓൺലൈൻ എന്റെ കയ്യിലുണ്ട്. ഓക്കെ. ഫർഹാന PPTDCയുടെ കയ്യിലുണ്ട്. ഫർഹാൻ എന്ത് ചെയ്യാ, അതിന്റെ ഒരു മോഡൽ ഒന്ന് ഗ്രൂപ്പിൽ അയക്കുക. ഓക്കെ, ഗ്രൂപ്പിൽ അയക്കുക. ആ, അതായത് നിങ്ങൾ അന്നന്ന് എടുക്കുന്ന ക്ലാസിന്റെ ഡീറ്റെയിൽസ് ആണ് അതിൽ എഴുതേണ്ടത്. നമ്പർ 1, അതിൽ കുറച്ച് ഡേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങളായിട്ട് ഫില്ല് ചെയ്യേണ്ടതുണ്ട്. എല്ലാം നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത്. അതേസമയത്ത് ഡേറ്റ് അന്നത്തെ അങ്ങനെയുള്ള രീതിയിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. മറ്റൊന്ന്, നിങ്ങൾ എന്താണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എന്താണ് എടുത്തത്. ഓക്കെ, എടുക്കാൻ നിങ്ങൾ, അതായത് ക്ലാസ് എടുക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിച്ച സ്റ്റഡി മെറ്റീരിയൽസ് എന്തൊക്കെ, കുട്ടികളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എന്ത്, ഇതൊക്കെ ഇംഗ്ലീഷിലാണ് ഉണ്ടാവുക കേട്ടോ. പ്രതീക്ഷിക്കുന്ന റിസൾട്ട് എന്തായിരുന്നു, റെസ്പോൺസ് എന്തായിരുന്നു, എന്തായിരുന്നു റിസൾട്ട്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ ചോദിച്ചിരിക്കുക. അതിന്റെ ഹെഡിങ് ഉണ്ടാവും, അതിന് ഓരോ ദിവസത്തേത് ഓരോ ദിവസം അന്നന്ന് തന്നെ എഴുതുക, അല്ലെങ്കിൽ നിങ്ങൾ മറന്നുപോകും. അന്നന്ന് എഴുതിയിട്ട്, പക്ഷെ എനിക്ക് അയക്കേണ്ടത് ലാസ്റ്റ് ഡേ, ഏറ്റവും എൻഡ് ഓഫ് ദ ഡേ എന്ന് പറയുമ്പോൾ 15ാമത്തെ ദിവസമാണ് നിങ്ങൾ എനിക്കത് അയച്ചു തരേണ്ടത്. എല്ലാം കൊണ്ട് അയക്കുമ്പോൾ നിങ്ങളുടെ ട്രെയിനിങ് അവിടെ കംപ്ലീറ്റ് ആവും. ഈ ലെസൺ പ്ലാൻ അയക്കുന്നതോടെ നിങ്ങളുടെ ട്രെയിനിങ് കംപ്ലീറ്റഡ്. ഓക്കെ. അതേ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എവിടെ, അതേ സമയത്ത് എന്താ, ഈ ലെസൺ പ്ലാന് ഇല്ലാത്ത ആൾക്കാര്, നിങ്ങളൊരു റെക്കോർഡ് മേടിക്കുക, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും റെക്കോർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇതുവരെ യൂസ് ചെയ്യാത്തതോ ഏതെങ്കിലും സബ്ജക്ട് നിങ്ങൾ മേടിച്ചു വെച്ചതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു റെക്കോർഡ് യൂസ് ചെയ്യുക. ചെറുത് മതി, ഭയങ്കര ഒരുപാട് പേജസ് ആവശ്യമില്ല, നീളം വേണം. അത്യാവശ്യം നീളം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അത് ഒരിതാണ്. പിന്നെ നിങ്ങൾക്ക് മറ്റ് മിസ്സുമാരെ ഏതെങ്കിലും പുതിയ മെത്തേഡ് പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഓക്കെ, പല രീതിയിൽ നമുക്ക് ലെസൺ പ്ലാൻ ഉണ്ടാക്കാം. കമ്പനിയിൽ നിന്ന് പോകുന്ന മെത്തേഡാണ് അത്. ഇനി നിങ്ങൾക്ക് പുതിയ ടൈപ്സ്, ഓരോ അപ്ഡേഷൻസ് വരുന്നുണ്ട് ലെസൺ പ്ലാനിൽ. അപ്പൊ ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ, നുസ്രത്ത് മിസ്സോ അല്ലെങ്കിൽ വേറെ ആരാണുള്ളേ? നുസ്രത്ത് മാം തന്നായിരുന്നു. മോഡൽ അത് അയച്ചിട്ടുണ്ടായിരുന്നു. യെസ് യെസ്, അതൊന്നുകൂടി അപ്ഡേറ്റഡ് വേർഷൻ ആയിരിക്കും. നിങ്ങൾക്ക് അത് ആ മോഡലിൽ ചെയ്യാം. ഇതൊന്നുകൂടി ഈസി ആയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞിരുന്നത്. മറ്റേത് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ. അതിലും നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം, പറ്റുന്നില്ലെങ്കിൽ ഇത് തന്നെ ചെയ്യാം കേട്ടോ. ഓക്കെ. ലെസൺ പ്ലാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിൽ സെറ്റ് ചെയ്യാം, പക്ഷെ നല്ല പെർഫെക്ഷൻ ഉണ്ടായിരിക്കണം. നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവണം എന്താണ് ഈ 15 ദിവസം ഈ കുട്ടി ചെയ്തിരിക്കുന്നതെന്നുള്ള കാര്യം. അതനുസരിച്ചിട്ട് അത് മാർക്ക് അതിനെയും കൂടി അടിസ്ഥാനമാക്കിയിട്ടാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ, ഇതൊക്കെയാണ് മെയിൻ ക്രൈറ്റീരിയാസ്. ഓക്കെ, നിങ്ങളുടെ ക്ലാസ്സിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. പിന്നെന്തായിരുന്നു, നല്ല ഫോളോ അപ്പ് വേണം. കുട്ടീനെ പഠിപ്പിച്ച് പിന്നെ ആ കുട്ടി അങ്ങ് പോയി തീർന്നു, അങ്ങനെയല്ല. നല്ലൊരു ഫോളോ അപ്പ് വേണം. ഓക്കെ, നിങ്ങളുടെ ലാംഗ്വേജിന്, നിങ്ങളുടെ സംസാരത്തിന്, എല്ലാത്തിനും നിങ്ങൾക്ക് മാർക്കുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് എല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യണം. ഹോംവർക്കിന് വരെ നിങ്ങൾക്ക് മാർക്ക്. പക്ഷെ അങ്ങനെ കരുതി ഒരുപാട് ഹോംവർക്ക് ഒന്നും കൊടുക്കണ്ട. പേരിന് എന്തെങ്കിലും ഒരു ഹോംവർക്ക് കൊടുക്കുക. ജസ്റ്റ് ഒരു സർക്കിൾ വരച്ചിട്ട് വരിക, അല്ലെങ്കിൽ സർക്കിളിനെ കളർ ചെയ്തിട്ട് വരിക. കുട്ടി ചെയ്യണമെന്ന് നമുക്ക് ഒരു നിർബന്ധമില്ല, നമുക്ക് കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. കുട്ടി ചെയ്യണം എന്ന് നമുക്ക് നിർബന്ധമില്ല. ഓൺലൈൻ ആണ്, ഓഫ്ലൈൻ ആവുമ്പോൾ പിന്നെ നമുക്കത് നോക്കായിരുന്നു. സോ പിന്നെ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ആക്ഷൻ സോങ്സ് വേണം. കുട്ടി ബാക്ക് അടിക്കുന്നു എന്ന് കാണുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിട്ട് അവരെ സെറ്റ് ചെയ്യേണ്ടതാണ്. ആക്റ്റീവ് ആയിട്ടിരിക്കണം. ചുമ്മാ ഇങ്ങനെ ഒരു ചത്ത പോലെ എടുത്ത് ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഇരിക്കൂല. എണീച്ച് എപ്പോ പോയി എന്ന് ചോദിച്ചാൽ മതി. നല്ല ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ചാടി ചാടി നിൽക്കുക എന്ന് പറയുന്നില്ലേ, ചാടി ചാടി നിൽക്കുക എന്ന് പറയുന്നില്ല. അങ്ങനെ നിന്നാൽ മാത്രമേ കുട്ടികൾ ഇരിക്കൂ. നിങ്ങൾ നോക്കിക്കോ,
നിങ്ങളൊരു കുറച്ചൊരു ഉറക്കം തൂങ്ങിയ പോലെയാണെങ്കിൽ അവര് പോയ വഴിക്ക് പുല്ല് മുളക്കൂല, അങ്ങനെ പറയത്തില്ലേ, അതായിരിക്കും അവസ്ഥ ഉണ്ടാവുക. അപ്പൊ പ്ലസന്റ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ട് നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ച് ഈ ഒരു മണിക്കൂറേക്ക് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഗൂഗിൾ മീറ്റ് ക്ലാസ് എടുക്കുന്നവർ 1 hour തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടാ. ഓക്കെ, ഇനി എല്ലാവരും സൂം എടുക്കുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാ, എല്ലാവരും ആ രീതിയിൽ സെറ്റ് എനിക്ക് ചെയ്യാം. ഇഷ്ടം കുറച്ചും കൂടെ സൂമിനെക്കാട്ടി. ഞാൻ ഗൂഗിൾ മീറ്റിലാണ്. യെസ് അതിൽ അങ്ങനെ എടുത്ത് ശീലമുള്ളവർക്ക് അങ്ങനെ തോന്നിയേക്കാം. പിന്നെ അങ്ങനെ എന്ന് പറയുമ്പോ കംപ്ലീറ്റ് ചെയ്യാൻ എളുപ്പമല്ലേ, രണ്ടാമത് കേറ്റുണ്ടല്ലോ. ജാസ്മിൻ ആ മീറ്റ് കഴിഞ്ഞിട്ട് ഓക്കെ, അടുത്ത അടുത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആ, എന്തേലും അർജൻസി വന്നിട്ട് നിങ്ങൾക്ക് ഇനി ലീവ് എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് അത്രയും ഒഴിവാക്കാൻ പറ്റാത്തതൊക്കെ മാത്രം ലീവ് എടുക്കുക. കാരണം എനിക്ക് 25 ദിവസത്തിനുള്ളിൽ എനിക്കിത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പൊ ഒറ്റൊരു കുട്ടി ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഇത്രയും ആൾക്കാരുടെ റിപ്പോർട്ട് അവിടെ ലേറ്റ് ആവുകയാണ്. ഒരാളത് റെഡി ആയില്ലെങ്കിൽ ഈ ഇത്ര 22 ആൾക്കാരുടെ അവിടെ പെൻഡിങ് കിടക്കുവാണ്. അവരതൊക്കെ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവർക്ക് കൂടി ബുദ്ധിമുട്ടേക്കാതെ 25 ദിവസത്തിനുള്ളിൽ തന്നെ അത് ചെയ്ത് തീർക്കാന്നുള്ളതാണ്. ഇനി 15 ദിവസത്തിൽ ഒരു എക്സ്ട്രാ ഡേ നിങ്ങൾക്ക് എടുക്കാം വേണമെന്നുണ്ടെങ്കിൽ, നിർബന്ധമില്ല. അതായത് ആദ്യത്തെ ഒരു ദിവസം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു റാപ്പോ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യാം. മനസ്സിലായല്ലോ? അന്ന് നിങ്ങൾക്ക് കുട്ടികളായിട്ട് നല്ല ചിരി, കളി, കഥകള്, മറ്റേ മീൻസ് അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാനില്ലേ, ആ കുട്ടിക്ക് ടീച്ചർ ഒരു ബോണ്ടിങ് വളർത്തിയെടുക്കാൻ മാത്രം ഒരു ദിവസം. അത് നിങ്ങൾക്ക് ഓപ്ഷണൽ ആണ്, വേണേ എടുക്കാം. പക്ഷെ 15 ദിവസത്തിൽ ഒന്നും അങ്ങനെ ആയി പോവരുത്. അതേസമയം നിങ്ങൾക്ക് ഫസ്റ്റ് ഡേ വളരെ കുറച്ച് കാര്യങ്ങളെ തന്നിട്ടുള്ളൂ, ആ ദിവസം തന്നെ നിങ്ങൾക്ക് റാപ്പോ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, അതാണ് ഉദ്ദേശം. ദെൻ ഇനി എന്താ കാര്യമായിട്ടെല്ലാം ഞാൻ പറഞ്ഞല്ലോ. ഇനി ഏതെങ്കിലും ഏരിയ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിച്ചേ. ഏരിയ വിട്ട് പോയതിൽ എനിക്ക് ഡൗട്ടാണ്. ഞാൻ ഗൂഗിൾ മീറ്റിൽ ക്ലാസ് എടുത്തപ്പോൾ പലപ്പോഴും ഫേസ് ചെയ്തൊരു കാര്യമാണ്. സൂമിൽ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഗൂഗിൾ മീറ്റിൽ മാത്രമേ എടുക്കാവുള്ളൂ. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഗൂഗിൾ മീറ്റിൽ എടുക്കുന്നത്. ഓക്കെ, നമ്മള് ചില ലിങ്കില് ചില പേരൻസിന് ചില സമയത്ത് കയറാൻ പറ്റത്തില്ല. നമ്മൾ അപ്പൊ ഞങ്ങൾക്ക് ഓഫീസറാണ്, ഞങ്ങൾ അപ്പോഴേ അറിയിക്കും. അവർ വേറെ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ അപ്പൊ പറയും, അപ്പോഴേ അയച്ചു കൊടുക്കും. അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൂടി ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ അപ്പൊ എനിക്കതറിയാം. ചെയ്യേണ്ടത് എന്താ വെച്ചാൽ പുതിയ ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് അയച്ചു കൊടുക്കുക. ഈ പാരന്റിന് ഇന്നും കയറാൻ പറ്റുന്നില്ല, നാളെയും കയറാൻ പറ്റുന്നില്ല, മറ്റന്നാളും കയറാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പാരന്റിനെ ക്യാൻസൽ ചെയ്യാം. അവിടെ പാവം തോന്നുക, സെൻഡ് അതൊന്നുമില്ല. നിങ്ങൾക്ക് 15 ദിവസം കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം, നിങ്ങളുടെ ഡ്യൂട്ടി. 3 ദിവസത്തിൽ കൂടുതൽ എന്ത് കാരണം പറഞ്ഞാലും അവരെ ഒഴിവാക്കുക. നിങ്ങൾ പറയാം എനിക്ക് 15 ദിവസം ഇത് സബ്മിറ്റ് ചെയ്തേ പറ്റുള്ളൂ, എന്ത് ചെയ്യണം, ഞാൻ നിങ്ങളെ ക്യാൻസൽ ചെയ്യുവാണ്. നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ ഉറപ്പായിട്ട് നല്ല ഉഴപ്പൻ പാരന്റ്സ് ഉണ്ടാവും എന്നൊക്കെ പോലെ. ഓക്കെ, അതുകൊണ്ട് എന്താണ്, 8 വട്ടം കറക്കും. ഫ്രീ അല്ലേ, പഠിക്കുന്ന പിള്ളേരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ കുറച്ച് വട്ടം കളിക്കാൻ, മീൻസ് ടെൻഷൻ ഒന്നും വേണ്ടട്ടാ. ചില പാരന്റ്സ് ഒന്നും അറിയില്ല, 1000-1 അങ്ങനെ ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം, അവരെ പെട്ടെന്ന് ഒഴിവാക്കുക. കാരണം അവരുടെ ISA സർട്ടിഫിക്കറ്റ് ഒന്നും അല്ല വേണ്ടത്. എന്താ നമുക്ക് വേണ്ടത്, 15 ദിവസം കംപ്ലീറ്റ് ചെയ്യുക, ക്ഷമ വേണം, മാക്സിമം ക്ഷമയോടെ നിൽക്കണം. അവരെന്ത് പറഞ്ഞാലും അവരെ ക്രോസ് ചെയ്യരുത്. പാരന്റ്സിനെയോ കുട്ടികളോ ക്രോസ് ചെയ്യാൻ പാടില്ല. ഇനിയിപ്പം നമുക്കത് ഓക്കെ അല്ല, അവർ പറയുന്ന കാര്യം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, നമ്മൾ പറയാം അത് ഓക്കെ ആണ് എങ്കിലും നമുക്ക് ഇതൊന്ന് ശ്രമിച്ചു നോക്കാം എന്നുള്ള രീതിയിൽ മാത്രമേ അവരെ ക്രോസ് ചെയ്യാൻ വേണ്ടി പറ്റേ അടിച്ചമർത്തി പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്നൊന്നും പറയരുത്. ഓക്കെ, എന്നാ നീ പോയി പണി നോക്കടി എന്ന് പറഞ്ഞാൽ അവരങ്ങ് പോകും. അപ്പൊ എന്ത് ചെയ്യരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ഇവിടെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുവാണെങ്കിൽ നിങ്ങൾ അവരെ കുട്ടികളുടെ ട്യൂഷൻ ടീച്ചർ ആക്കിയിട്ടൊക്കെ വെക്കൂട്ടാ. അങ്ങനെ കുറെ കാര്യങ്ങൾ നടന്നിട്ടുള്ളതാണ്. ഓക്കെ എന്റെ മോളെയൊക്കെ കിട്ടും ചിലപ്പോ ഇങ്ങക്ക്. ഓക്കെ, എന്റെ അനിയത്തിയുണ്ട്, എന്റെ മോളുണ്ട്, കുറെ ആൾക്കാരുണ്ട്, പേടിക്കണ്ട, സന്തോഷമായിട്ടിരിക്കുക. നമ്മുടെ താജ് സാറിന്റെ മക്കളുണ്ടാവും, പിന്നെ ആരാണ് ഓക്കെ, കുറെ ആൾക്കാരുടെ പിള്ളേരുണ്ടാവും, നിങ്ങളുടെ മാനേജേഴ്സിന്റെ കുട്ടികളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ലാസ്റ്റ് ആയിരിക്കും അറിയാട്ടോ. ഓക്കെ, എന്റെ മോളുടെ തന്നെ ഒരു ട്രെയിനർക്ക് കൊടുത്തിട്ട് ആൾ അറിഞ്ഞിട്ടേ ഇല്ല ഞാനാണ് പാരന്റ് എന്നുള്ള കാര്യം. ലാസ്റ്റ് ഡേ ഞാൻ പറഞ്ഞു കുട്ടി എങ്ങനെയുണ്ട്, അവ പറഞ്ഞു കുഴപ്പമില്ല മിസ്സേ, നല്ല മോളാണ്, അടിപൊളിയാണ്. പാരന്റിനോട് സംസാരിച്ചു, ഇല്ല ഞാൻ വേറെ നമ്പറിലാണ് ഇതാക്കിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ഞാനാണ് പാരന്റ്, എന്റെ മറ്റേ പേഴ്സണൽ നമ്പർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ അതിൽ കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടാ. ശരി, അപ്പൊ അതങ്ങനെ വേറെ ടെൻഷൻസ് കാര്യങ്ങളൊന്നും വേണ്ട. അവർക്ക് നിങ്ങളിലൊരു കോൺഫിഡൻസ് തോന്നണം. കുട്ടിക്കാണെങ്കിലും പാരന്റിനാണെങ്കിലും ഇവർക്ക് പറ്റും എന്ന് തോന്നണം. ഫസ്റ്റ് തന്നെ പേടി വെപ്രാളത്തിന്റെ ഒന്നും ആവശ്യമില്ല. മിസ് എനിക്ക് ഒരു ചോദിക്കാം.
വിട്ടുപോയതുപോലെ തോന്നി. ഞാൻ പൊതുവെ ചെയ്യുന്നൊരു കാര്യമാണ്. ആഹാ. കയറുന്ന കുട്ടികളുടെ അടുത്തെല്ലാം എപ്പോഴും വീഡിയോ ഓണാക്കി വെക്കാനും ക്ലാസ് Yes. മൈക്ക് ഓഫ് ചെയ്ത് വെക്കാനും നമ്മൾ ചോദിക്കും മാത്രം മൈക്ക് ഓൺ ചെയ്ത് റിപ്ലൈ തരാനും ആദ്യമേ പറഞ്ഞ് എല്ലാ ക്ലാസ്സിലും ഒന്ന് ഓർമ്മിപ്പിക്കുന്ന നല്ലതായിരിക്കും. 2-3 ക്ലാസ്സിൽ പറഞ്ഞാൽ മതി. അപ്പോഴത്തേക്ക് അവർ റെഡി. കാര്യം ആദ്യമായിട്ട് ഓൺലൈൻ ഇരിക്കുന്ന കുറച്ച് കുട്ടികൾ കാണുമല്ലോ ഇതിന്റെ അകത്ത്. യെസ്, അതുപോലെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വീഡിയോ നിർബന്ധമായിട്ടും ഓൺ ആയിരിക്കണം. ഞാൻ പറയട്ടെ, അതായത് നിങ്ങളുടെ വീഡിയോ ഉറപ്പായിട്ടും ഓൺ ആയിട്ടുണ്ടായിരിക്കണം. വോയിസ് മോഡുലേഷൻ ഒക്കെ കറക്റ്റ് ആയിരിക്കണം. പിന്നെ ഒരു കാരണവശാലും മറ്റു ഡിസ്റ്റർബൻസ് നിങ്ങളുടെ ഒരു 15 ദിവസം ഒന്ന് എല്ലാവരോടും അടങ്ങിയിരിക്കാൻ വേണ്ടി പറയാം, വീട്ടിലുള്ളവരോടൊക്കെ. അതുപോലെ മക്കളെ ഞാൻ ഒരിക്കലും മാറ്റി നിർത്തണം എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, എന്റെ ക്ലാസ്സിൽ തന്നെ എന്റെ മോൾ ഇടയ്ക്കൊക്കെ വന്ന് ഞാൻ ആദ്യ പ്രയോറിറ്റി ഓക്ക് തന്നെയാണ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് ക്ലാസ് ഇല്ലെങ്കിൽ എന്റെ ജോലി പോയാലും എന്റെ മോളാണ് എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി, അത് ആരെന്ത് പറഞ്ഞാലും. പക്ഷേ ഞാൻ പറയുമ്പോ നിങ്ങളുടെ മക്കളെ ആരെങ്കിലും കയ്യിൽ ഭദ്രമായിട്ട് ഏൽപ്പിക്കുക. ഓക്കെ, അല്ലാതെ അടിച്ച് പൂട്ടി പുറത്താക്കിയൊന്നും ചെയ്യരുത് ഒരു കാരണവശാലും. അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. എന്ത് ചെയ്യാ, ഏതെങ്കിലും ആരെങ്കിലും ഏൽപ്പിച്ച് ഇടക്കൊന്നും അത് ഭയങ്കര ബുദ്ധിമുട്ടാണേ. പാരന്റ്സിന് ഏറ്റവും അവർക്ക് പറയാനും പറ്റൂല, എന്നാ വേറെ വഴിയുമില്ല എന്നൊരവസ്ഥയായിരിക്കും. മറ്റൊരു കാര്യം ഞാൻ പ്രധാനപ്പെട്ടത്, അതായത് ചില പാരന്റ്സ് പറയും എന്റെ മോൻ ഇരിക്കുന്നില്ല. ആദ്യമായിട്ട് ഓൺലൈൻ ക്ലാസ് ഇരിക്കുന്ന കുട്ടികൾക്ക് ഭയങ്കര മടിയായിരിക്കും. 2 ദിവസം കയറും, 3-ാമത്തെ ദിവസം കയറത്തില്ല. അപ്പൊ ഇപ്പൊ പാരന്റ് പറയും മോൻ എങ്ങനെയും കയറുന്നില്ല, മോനെ ഉറങ്ങി, മോൻ അങ്ങനെയാക്കി, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവർ ഉരുണ്ട് കളിക്കും. അപ്പൊ പക്ഷെ നിങ്ങൾ വിചാരിക്കും, അയ്യോ മിസ്സിനോട് പറഞ്ഞാൽ മിസ് വിചാരിക്കുമല്ലോ എന്റെ നെഗറ്റീവ് കൊണ്ടാന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ കഴിഞ്ഞ് 6 കൊല്ലമായിട്ട് ഇതേ ഫീൽഡിൽ പോകുന്ന ഒരാളാണ് ഞാൻ. സോ എനിക്ക് നന്നായിട്ട് അറിയാം, ഓരോ പാരന്റ്സിനെ അറിയാം, ഓരോ കുട്ടിയെ അറിയാം, ഒരു ടോക്കിംഗ് സ്റ്റൈൽ അറിയാം. ഇപ്പൊ നിങ്ങൾ തന്നെ വന്നിട്ട് എന്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മിസ് എങ്ങനെയായിരിക്കും അത് എടുത്തിട്ടുണ്ടാവുക. അതൊന്നുമില്ല. നിങ്ങളുടെ ഓരോ ടോണിലും എനിക്ക് നിങ്ങളെ ക്യാച്ച് ചെയ്യാണ്ടി പറ്റും. ഓക്കെ, വെറുതെ അല്ലല്ലോ ഈ സൈക്കോളജി കാര്യമൊന്നും അരച്ച് കലക്കി കുടിച്ചത്. സോ അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ പേടിക്കണ്ട. അതായത് മിസ് എന്ത് വിചാരിക്കും, ആ സാധനം ഇവിടെ ഇല്ല. പക്ഷേ ഞാൻ അങ്ങനെ വെറുതെയും വിടൂല. ലൈക്ക് ഞാൻ പാരന്റിന്റെ അടുത്ത് എടുക്കും. എന്താണ് റീസൺ, അവരുടെ അടുത്ത് പോയി ചോദിക്കുന്ന സമയത്ത് അവരുടെ സംസാരത്തിൽ എനിക്ക് ആ കാര്യങ്ങൾ കിട്ടും. ഇത് സത്യമാണോ, ജെന്യൂൻ ആയിട്ട് ഇത് തന്നെയാണ്, ടീച്ചറുടെ പ്രശ്നമാണോ, എല്ലാം നമുക്ക് ക്യാച്ച് ചെയ്യാണ്ടി പറ്റും. സോ അതുകൊണ്ട് നീറ്റായിട്ട് അടിപൊളിയായിട്ട് ക്ലാസ് എടുക്കുക. സൂപ്പർ. നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത 15 ദിവസങ്ങളായിരിക്കണം ഇനി. ഓക്കെ, നല്ല രീതിയിൽ. മാം പിന്നെ മാം ഒരു ഹലോ മിസ് ഒരു കാര്യം, ഞാൻ ഡോക്ടർ 2 കാര്യം തുടങ്ങി. പറയാനുണ്ട് ഇതിന്റെ അകത്ത്. ഞാൻ എന്റെ പറയട്ടെ. പറഞ്ഞോ. ആദ്യമായിട്ട് കയറുന്ന കുട്ടിക്ക് ഇതിന്റെ അകത്ത് മൈക്ക് എവിടാണ്, അത് എവിടാണ് അറിഞ്ഞൂടാത്ത കുട്ടികളുണ്ട്. അപ്പം ആദ്യം അത് ചോദിക്കണം. ആദ്യമായിട്ടാണ് ഓൺലൈൻ ക്ലാസ്, അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ യൂസ് ചെയ്യാൻ അറിയാമോ മോന് അല്ലെങ്കിൽ മോക്ക്, അതൊന്ന് പറഞ്ഞു കൊടുത്തിട്ടേ നമ്മൾ ക്ലാസ് തുടങ്ങാവൂ, ഇല്ലേ? നല്ലതാ. കാര്യം ചില പേരന്റ്സിന് അറിയാം. അതായത് നിങ്ങൾ ആദ്യം തന്നെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് അവരെ പേടിപ്പിക്കാൻ നിൽക്കരുത്. അതേ സമയത്ത് പാരന്റ് അടുത്തുണ്ടാവും. കൊച്ചുമക്കളുടെ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം. യെസ് വെരി ഗുഡ്. നല്ലൊരു കാര്യമാണ് പറഞ്ഞത്. ആ രീതിയിൽ പാരന്റ് അടുത്ത് ചോദിക്കാം, നിങ്ങൾ 1-2 ദിവസം അടുത്തിരിക്കണേ, ബാക്കി കാര്യങ്ങൾ സെറ്റ് ആക്കി കൊടുക്കണേ എന്ന് പറയാം. ഓക്കെ, അല്ലാണ്ട് ഭയങ്കര അത് നിങ്ങൾ ശ്രദ്ധിക്കണേ. ആദ്യം തന്നെ കേറിയിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്തിരിക്കണം, അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർ പേടിക്കും, അവർ വേണ്ടാന്ന് പറയും. കാരണം എനിക്ക് മനസ്സിലായി, ജാസ്മിൻ പറഞ്ഞ എനിക്ക് മനസ്സിലായി. വളരെ നല്ല കാര്യം തന്നെയാണ് കേട്ടോ. വെരി ഗുഡ്, അപ്രീഷിയേറ്റബിൾ ആണ്. അതായത് എന്താന്ന് വെച്ചാൽ അത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. അത് ആദ്യം പറഞ്ഞ് സെറ്റ് ആക്കുന്നത് നിങ്ങളുടെ ഈസി ആയിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട്. ദെൻ ഇനിയുള്ള ഡൗട്ട്സ് പെട്ടെന്ന് ചോദിച്ചോളൂ. നെക്സ്റ്റ് ഡൗട്ട് അല്ല, മിസ് വിട്ടുപോയതാണോ എന്ന് ഡൗട്ട് ഉണ്ട്. മിസ് ഈ ഹോസ്റ്റ് ഞങ്ങൾ ആഡ് ചെയ്യണ്ടേ? എങ്ങനെ? അങ്ങനെ ഉണ്ടല്ലോ. അപ്പം ഞങ്ങളെയൊക്കെ ആഡ് ചെയ്യുന്നത് താഹിറ മാം അല്ലേ ഇതിന്റെ അകത്തോട്ട് ലിങ്കിൽ കയറാം. അതുപോലെ മിസ് ഞങ്ങൾ ഇടയ്ക്ക് ഞങ്ങൾ ഡയറക്റ്റ് കയറാൻ പറ്റും സൂമിൽ. എനിക്ക് ഗൂഗിൾ മീറ്റിൽ നമ്മൾ സൂമിൽ ആർക്കും കയറാം. നിങ്ങൾ ആർക്ക് ലിങ്ക് കൊടുക്കുന്നു അവർക്ക് അതിൽ കയറാം അല്ലേ? സൂമിൽ ഞാൻ അഥവാ നിങ്ങൾ പ്രൈവറ്റ് ലിങ്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തെങ്കിലും സെറ്റിംഗ്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ അഡ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വരും. അപ്പൊ നിങ്ങൾ അത് അഡ്മിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ചില ആളുകൾ അറിയാവുന്ന ആളുകൾ ഇത് ചെയ്യുമ്പോഴേ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പം അതൊക്കെ നെക്കി കൊടുക്കും. അതെ അതെന്ന് പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ പറയാൻ വന്നു പോയി. പിന്നെ വരുമ്പോ പറയാം. അടുത്തത് നെക്സ്റ്റ് മാം ആണെങ്കിൽ നമുക്കിപ്പം പേരൻസിന്റെ നമ്പർ തരുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ആവുമ്പോ നമുക്ക് ഡയറക്റ്റ് വിളിക്കാൻ പാടല്ലേ? അപ്പൊ നമ്മള് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയായിരിക്കുമോ? യെസ് ഓഫ് കോഴ്സ്.
വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഇനിയിപ്പോ മെസ്സേജ് ചെയ്തിട്ട് ഒരു ദിവസം കണ്ടില്ല, രണ്ടാമത്തെ ദിവസം റിപ്ലൈ ഇല്ല, മൂന്നാമത്തെ ദിവസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ആ കുട്ടിയെ ക്യാൻസൽ ചെയ്യാം. ഫസ്റ്റ് ഡേ തന്നെ എന്നെ അറിയിക്കണം. ഫസ്റ്റ് അല്ല, സെക്കൻഡ് ഡേ എന്നെ അറിയിക്കണം. ഇന്ന് ഞാൻ നമ്പർ ആണ്, ഇന്ന് കിട്ടിയില്ലെങ്കിൽ നാളെയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കുക. പിന്നെന്ന് പറയുമ്പോ എന്താ പറയാ, അതും പോയി. എന്തൊക്കെ ഇടക്ക് കയറുന്നുണ്ട്, പിന്നെ ഇറങ്ങുന്നുണ്ട്. നെക്സ്റ്റ് ഡൗട്ട് പോരട്ടെ. മിസ്സേ ഈ ഹോംവർക്ക് കൊടുക്കണം, നോട്ട്സ് കൊടുക്കണം നിർബന്ധമാണോ? ഹോംവർക്ക്സ് ഡെയിലി കൊടുക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. ഹോംവർക്ക്സ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഹോംവർക്ക് കൊടുക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി ഇപ്പൊ ഒരു 3 ദിവസത്തിൽ ഒരു ഹോംവർക്ക് കൊടുക്കുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. കളറിംഗ് ഒക്കെ കൊടുത്താൽ മതി അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടില്ല. അല്ലാണ്ട് ഇങ്ങനെ കോപ്പി എഴുതുന്ന പോലെ ഒരുപാട് എഴുതിപ്പിക്കൊന്നും വേണ്ട കേട്ടാ. ആരും അങ്ങനെയൊന്നും ചെയ്യിക്കല്ലേ, പിന്നെ കുട്ടി കേറൂല, കൊന്നാലും കേറൂല. അപ്പോ വേറെ വേറൊരു കാര്യം, ഇത് ഞാൻ പറഞ്ഞോട്ടെ, ഇനി പോയതാ. സത്യമായിട്ട് ഞാൻ മറന്നുപോയി. ഓക്കെ ഓക്കെ ഓക്കെ. അതായത് നാളെ 12 മണിക്കുള്ളിൽ ടാസ്ക് എന്നല്ലോ, നാളെ 12 മണിക്കുള്ളിൽ എല്ലാവരും 23 ലിങ്ക് ഗ്രൂപ്പിൽ വന്നിരിക്കണം. അതിനുശേഷം വരുന്നത് അക്സെപ്റ്റ് ചെയ്യത്തില്ല, അവരെ പുറത്താക്കുന്നതായിരിക്കും. അതായത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മറ്റു ഫ്രണ്ട്സിന്റെ ഹെൽപ്പ് വേണമെങ്കിൽ ചോദിക്കാം. ഇനി ഒട്ടും പറ്റുന്നില്ലെങ്കിൽ യൂട്യൂബ് നോക്കാം. ഞാൻ ഇപ്പോഴേ പറഞ്ഞു. മിസ്സേ ഒരു കാര്യം പറഞ്ഞോട്ടെ, മിസ് പറഞ്ഞ എല്ലാരും എന്റെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. സൂം വലിയ ആ ഓക്കെ മിസ്സേ, ഞാൻ അതില് വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ എനിക്ക് കമ്പനീന്റെ ലിങ്ക് ആണ്, അവരാണ് പേയ്മെന്റ് ചെയ്യുന്നത്. ആഹാ, അപ്പൊ എന്റെ ലിങ്ക് എന്താ ചെയ്യാ? വേറെ ID ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ ഗൂഗിൾ ID വേറെ ഉണ്ടാക്കിയിട്ട് സൂം വേറെ ഐഡിയിലേക്ക് മാറ്റി ചെയ്യാം. അപ്പൊ ഇവരെ ലിങ്ക് കട്ടായി പോവില്ലേ? വേറെ ഫോണോ വേറെ സിസ്റ്റോ എന്തേലും ഉണ്ടോ? എനിക്ക് ലാപ്പിലും ഫോണിലും ഒരേ ID ആണ്. ഓക്കെ, ജസ്റ്റ് ഫോണില് താൽക്കാലികമായിട്ട് മാറ്റി വെക്കാൻ പറ്റൂലേ? പിന്നെ നിങ്ങൾക്ക് ആഡ് ഓൺ എനിക്ക് ചെയ്യാലോ. കുറച്ചും കൂടി അതേ ആക്സസ് ID ചെയ്യാൻ ഈസി ഫോൺ ആയതുകൊണ്ട് ഞാൻ ഫോണാണ് അധികം യൂസ് ചെയ്യല്. എങ്കിൽ സിസ്റ്റം നോക്കിയിട്ട് ചെയ്യുക. ഏതാ നിങ്ങൾ ആണ് അതിന്റെ ഒക്കെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. ലൈക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ID ചേഞ്ച് ചെയ്തോണ്ടിരിക്കുന്ന പ്രശ്നമൊന്നുമില്ല. അതില് ടെക്നിക്കലി എന്തെങ്കിലും അല്ല, അറിയാനൊക്കെ എന്റെ ഉണ്ടെങ്കിൽ ഗൂഗിൾ ID ആണ് ഉള്ളത്. അപ്പൊ ആ ഗൂഗിൾ ID ചേഞ്ച് ചെയ്തിട്ട് പിന്നെ എനിക്കത് മാറ്റാൻ പറ്റുമോ എന്നാണ് അറിയേണ്ടത്. അത് പറ്റും, ഉറപ്പായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് അങ്ങനെ അപ്പൊ തന്നെയാണ് നമ്മൾ ഒരു സൂം നമുക്ക് 2 ID വെച്ച് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? ഒരു സൂം അങ്ങനെ ഇപ്പൊ രാവിലെ അത് ചെയ്തു, ഉച്ചക്ക് അങ്ങനെ ചെയ്യുന്നതിനേക്കാളും നല്ലത് അങ്ങനെയല്ല, ഒരു 15 ദിവസത്തേക്ക് വേറെ ഫോൺ തന്നെ മാറ്റി വെക്കേണ്ടി വരും. അല്ലെങ്കിൽ അതൊരു ലോഗ് ഔട്ട് ചെയ്യാൻ പറ്റുമല്ലോ, എന്നിട്ട് പിന്നെ സൈൻ ഇൻ ചെയ്താൽ പോരെ? എന്നാ അങ്ങനെ ചെയ്താൽ മതി. ലോഗ് ഔട്ട് ചെയ്തിട്ട് ലോഗിൻ ചെയ്താൽ മതി. മറ്റേത് ആവശ്യമുള്ളപ്പോ ആ ഒരു ID ലോഗിൻ ചെയ്യാ, പിന്നെ ഇത് ആവശ്യമുള്ളപ്പോ ഇത് അങ്ങനെ ചെയ്താൽ മതി കേട്ടാ. മിസ് ഒരു ഇതേ ഡൗട്ട്. പറ്റും തോന്നുന്നില്ല. എന്റേത് അയാദിയൻ VK രണ്ടുപേരും യൂസ് ചെയ്യുന്ന ലിങ്ക് ആണ്. നിങ്ങൾ വേറെ ഏതെങ്കിലും സിസ്റ്റം അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഫോണിൽ ചെയ്യുന്നതായിരിക്കും എന്താ ബെറ്റർ കേട്ടാ. ഒരു മിനിറ്റ്. ലാമിയ എന്നല്ല പേര്. ലാമിയ എന്താണ് ക്ലാസ് എടുക്കുന്നത്? ഞാൻ grade 1. ഓക്കെ, ആ ലിങ്ക് തന്നാൽ മതി കേട്ടോ. അങ്ങനെയുണ്ട്, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. നിങ്ങൾ എനിക്ക് ക്ലാസ് രാവിലെയാണ് ക്ലാസ്, 10:30 to 2:30 വരെയാണ് ക്ലാസ്. അതൊന്നും എനിക്ക് പ്രശ്നമില്ല. അതാ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ ഏത് ക്ലാസ് ആണോ എടുക്കുന്നത് ആ ലിങ്ക്. പക്ഷെ അങ്ങനെ നിങ്ങൾ ഒരു കമ്പനിയുടെ വേറൊരു കമ്പനിയുടെ അണ്ടറിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എനിക്കാണ് 15 ദിവസം ലിങ്ക് തരേണ്ടത്. അല്ലാണ്ട് ആ ലിങ്ക് പുറത്ത് പോകാൻ പാടില്ല. എനിക്ക് മാത്രമേ ലിങ്ക് 15 ദിവസം അയക്കേണ്ടതുള്ളൂ. പിന്നെന്ന് പറയുമ്പോ നമുക്ക് ഒബ്സർവേഷൻസ് കേറുന്ന ലിങ്ക് ആണ് മിസ്സേ. ആണോ, അവരുടെ അടുത്ത് പെർമിഷൻ ചോദിക്കാം. പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ കുട്ടിയെ തന്നെ കയറ്റാം കേട്ടാ. വേറെ കുട്ടിയെ സെയിം ഞാൻ അയാദി തന്നെ, അയാദിന്റെ അയാദി ഗ്ലോബൽ സ്കൂളിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ലിങ്ക് അപ്പുറം ഇപ്പുറം മാറ്റാൻ പറ്റുമോ? എനിക്ക് ഒരു ക്ലാസ്സിൽ 20 സ്റ്റുഡൻസ് ഉണ്ട്. ജീലി ആണോ? അല്ല, അയാദി ഗ്ലോബൽ സ്കൂൾ. ഓക്കെ ശരി. ഒരു കാര്യം ചെയ്യാം, ആദ്യം മാനേജറെ അടുത്ത്, നിങ്ങളുടെ മാനേജർ ആരാണോ അവരുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്കാം, പെർമിഷൻ എടുത്തു നോക്കാം. എനിക്ക് ഇങ്ങനെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു, അപ്പൊ എനിക്ക് ക്ലാസ് ഉള്ളത് കൊണ്ട് ആ ക്ലാസിന്റെ ലിങ്ക് ആണ് 15 ദിവസം ഷെയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസമേ കേറത്തുള്ളൂ നമ്മളെ നോക്കാൻ വേണ്ടിയിട്ട്. അത് പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കാം. ഇനി അഥവാ പറ്റില്ല, സാധിക്കില്ല എന്ന് പറയാന്നുണ്ടെങ്കിൽ ടെൻഷൻ ഒന്നും വേണ്ട, വേറെ കുട്ടിയെ ഞാൻ തരും. അപ്പോഴേക്ക് വേറൊരു ഫോൺ സെറ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ വേറെ എങ്ങനെയാണോ പറ്റുന്നത് വെച്ചാൽ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കേ, ഇൻഷാല്ലാ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് എന്തായാലും പറഞ്ഞ നന്നായേ. അതായത് ആർക്കെങ്കിലും അങ്ങനെ വേറെ ക്ലാസ് ഒക്കെ എടുക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ ആ ലിങ്ക് തന്നാൽ മതി. അത് മുൻകൂട്ടി പറയണം. കുട്ടിയെ ഞാൻ ഓക്കെ ആക്കിയതിന് ശേഷം അവരെ ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല, മുൻകൂട്ടി അറിയിക്കണം. അല്ലെങ്കിൽ നാളെ തന്നെ എന്നെ ലാമിയ ഇത് അറിയിക്കണേ, ഇൻഫോം മാം, ഞാൻ ചെയ്യാം. മെസ്സേജ് ചെയ്ത് കൊടുക്കട്ടെ. റിപ്ലൈ ഓക്കെ മെസ്സേജ് ചെയ്യാം. ഓക്കെ ശരി. ഇനി എന്താണ് ഡൗട്ട്, പെട്ടെന്ന് ചോദിച്ചോ. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഇംഗ്ലീഷിൽ തന്നെ എടുക്കണം നിർബന്ധമുണ്ടോ?
ഒരു നിർബന്ധവുമില്ല. ഓൺലൈനിൽ നിങ്ങളുടെ മുന്നിൽ വരുന്ന കുട്ടികളും എല്ലാം നല്ല നോർമൽ ലൈക്ക് എന്താ പറയാ വീട്ടില് എങ്ങനെയാണ് സംസാരിക്കുന്നത് ആ ലെവലിലുള്ള കുട്ടികളെ ഉള്ളൂ. ഓക്കെ, ലെസൺ പ്ലാൻ നമ്മൾ മലയാളത്തിലാണ് ഇംഗ്ലീഷിൽ നുസ്രത്ത് മാം പറഞ്ഞ് മൊത്തം ഇംഗ്ലീഷിൽ എഴുതണമെന്നത്. ഇംഗ്ലീഷ് ആണ് ബെറ്റർ. ഇംഗ്ലീഷ് ആണ് ബെറ്റർ. ഇംഗ്ലീഷ് മാത്സ് ചെയ്യണം. പിന്നെ മിസ് നുസ്രത്ത് മാം തന്ന മോഡലിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഷോർട്ട് ആയിട്ട് എഴുതാമല്ലോ, ഇത് പല ടൈപ്പ് ഉണ്ടല്ലോ, ഞാനിങ്ങനെ നോക്കിയായിരുന്നു. യെസ്, അത് നിങ്ങളുടെ ഇഷ്ടം. ആക്ച്വലി ലെസൺ പ്ലാന് പ്രോപ്പർ ആയിരിക്കണം, നല്ല പെർഫെക്ഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളൂ. ഷോർട്ട് ആക്കാലോ, അത്രയും ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പം അതിൻ്റെ അകത്ത് എഴുതിയെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ഇതൊക്കെ പഠിപ്പിച്ചു, നല്ല കുറച്ച് സെന്റൻസ് ബേസ്ഡ് ആണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ എഴുതണമെന്ന് ആവശ്യമില്ലല്ലോ, നമ്മൾ ഇത്രയൊക്കെ പഠിപ്പിച്ചു. പിന്നെ ഇതൊക്കെയാണ് എങ്കിലും ചോദിച്ചത്, ഇതൊക്കെയാണ് റെസ്പോൺസ്. അത് മീൻസ് ഈ ലെസൺ പ്ലാൻ പേപ്പറിൽ തന്നെ എഴുതണോ? വേർഡായ കുഴപ്പമുണ്ടോ? പേപ്പറിൽ എഴുതണമെന്നോ? വേർഡിലായ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുക. മൈക്രോസോഫ്റ്റ് വേർഡിലാണെങ്കിൽ കുഴപ്പമുണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. മിസ് വേർഡ് എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റ്. എനിക്ക് ഇതിപ്പോ ചിലപ്പോ നിങ്ങളുടെ ഇത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറയും. ആ സമയത്ത് അത് ചിലപ്പോ പ്രശ്നമാവും. ഓക്കെ, ചിലപ്പേ ഉള്ളൂ. എന്തേലും കാര്യങ്ങളോ കറക്ഷനോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് അത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറയും, ഓഫീസിൽ അയക്കാൻ വേണ്ടി പറയും. അപ്പൊ അത് പ്രശ്നമാവും. നിങ്ങളൊരു ബുക്കിൽ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. മിസ് ലെസൺ പ്ലാന്റെ മോഡൽ ഇട്ടെങ്കിലും ഇപ്പോഴും ചില കുട്ടികൾക്ക് അതങ്ങോട്ട് തറവായിട്ടില്ല. ഓക്കെ, അത് ആരെങ്കിലും ഒന്ന് ഗ്രൂപ്പിലിടുക, കയ്യിലുള്ള ആരെങ്കിലും ഒന്ന് ഗ്രൂപ്പിലിടുക. ആ മോഡലാണ് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതാണ് ന്യൂസ് മിസ് തന്നിരിക്കുന്നത്. ഏതാന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഓർമ്മയില്ല. ഓക്കെ മിസ് അത് ഗ്രൂപ്പിൽ കഴിയുമ്പോഴേ മിസ് ഒരു വോയിസ് ഇടാവും, ഇത് കറക്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ നോക്കട്ടെ. ഞാൻ കേട്ടിന് കേട്ടാ. വേഗം നോക്കേ. ഓക്കെ, അപ്പൊ എന്താന്ന് വെച്ചാ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ പെട്ടെന്ന് ചോദിച്ചോ. മിസ് തന്ന മൊഡ്യൂൾ തന്നെയാണോ പഠിപ്പിക്കേണ്ടത്? സെയിം? അത് പറഞ്ഞുതരാം. അതായത് ഈ മൊഡ്യൂൾസിന്റെ കണ്ടന്റ് ഒന്ന് പാരന്റുമായിട്ട് പറയാം. ഞാൻ കുട്ടിക്ക് ഇങ്ങനെ കളേഴ്സ്, ഷേപ്സ് ഇങ്ങനെയുള്ള അതിന്റെ ഒരു കണ്ടന്റ് ഉണ്ടാകത്തില്ല, അതാണ് എടുക്കുന്നതെന്ന് പറയാം. എന്നിട്ട് പാരന്റ് അടുത്ത് ചോദിക്കുക, ഇത് നിങ്ങൾക്ക് ഇതിന് ഏതെങ്കിലും മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യണോ, അല്ലെങ്കിൽ കുട്ടീനെ അക്ഷരങ്ങൾ പഠിപ്പിക്കണോ എന്ന് ചോദിക്കാം. ഈ രണ്ട് അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ബാക്കി അവർ പറയുന്നത് അങ്ങനെ ടെക്സ്റ്റ് ബേസ്ഡ് ആകുമ്പോൾ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് അങ്ങനെ കൊടുക്കാൻ ഉണ്ടാവുന്ന ഉറപ്പില്ലല്ലോ, കയ്യിൽ വെക്കാൻ പറ്റുന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ ഒന്ന് ചോദിച്ചു നോക്കാം. എന്നിട്ട് പാരന്റ് എന്താണോ പറഞ്ഞത് ആ രീതിയിൽ മൂവ് ഓൺ ചെയ്യാം. ദെൻ മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ നുസ്രത്ത് മാമിന്റെ ക്ലാസ്സിൽ ഒരു ഡൗട്ട്, അത് മിസ് അത് മെന്ററോട് ചോദിച്ചിട്ട് അതൊക്കെ ചെയ്യാവുള്ളെന്ന് പറഞ്ഞു. അതായത് ഇൻ കേസ് ചില പേരൻസ് മിസ്സെ പഠിപ്പിച്ചിട്ട്, അതായത് ഇപ്പൊ അവരുടെ ക്ലാസ്സിലുള്ള പഠിപ്പിക്കുന്ന നോട്ട്സ് ഒന്ന് വിടാവോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ടീച്ചിങ്ങിന് കയറിയതാണ്. അതൊക്കെ അങ്ങനെയുള്ള എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, അതായത് അഡീഷണൽ ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളെ അറിയിക്കും. എന്നെ അറിയിക്കുക, ഞാൻ തരുന്ന റിപ്ലൈ കൊടുക്കുക. ഓക്കെ, അതുപോലെ ട്രെയിനിങ് നടക്കുന്ന സമയത്ത് ആരും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെസ്സേജസ്, ഡൗട്ട്സ്, കാര്യങ്ങളൊന്നും PM അയക്കണ്ട. എനിക്ക് നോക്കാൻ പറ്റിയെന്ന് വരില്ല. പരക്കെ ലിങ്ക് വരുന്ന ടൈമാന്ന് നിങ്ങൾക്കറിയാലോ. ചിലപ്പോൾ നിങ്ങളുടെ മെസ്സേജ് താഴെ പോകും, പിന്നെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല. ഗ്രൂപ്പിൽ പറഞ്ഞതിന് ശേഷം എന്നെ ടാഗ് ചെയ്യുക. ഗ്രൂപ്പ് ഞാൻ എപ്പോഴും നോക്കും. അതുപോലെ ട്രെയിനിങ് കഴിയുന്നത് വരെ 15 ദിവസം നിങ്ങൾ വളരെ അലേർട്ട് ആയിരിക്കണം. പറ്റുമെങ്കിൽ ഗ്രൂപ്പ് ഒന്ന് പിൻ ചെയ്ത് വെക്കണം. ഞാൻ ചോദിക്കുമ്പോൾ ഓൺ ദി സ്പോട്ട് എനിക്ക് റിപ്ലൈ കിട്ടിയിരിക്കണം. ഞാൻ ചോദിക്കും ഈ നമ്പർ, ഈ കുട്ടിയുടെ മെന്റർ ആരാണ്, അങ്ങനെ ചോദിക്കണ സമയത്ത് എനിക്ക് അപ്പൊ തന്നെ റിപ്ലൈ കിട്ടണം കേട്ടോ. മിസ് അതൊന്നുകൂടി പറയാമോ? പറഞ്ഞു ഇപ്പൊ പറഞ്ഞ പോയോ? ഓക്കെ, സ്ലോ ചെയ്തിട്ട് സ്ലോ ചില പോയിന്റ് ഒക്കെ. ഓക്കെ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ട് എന്നെ അറിയിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കരമായ ഡൗട്ട് വന്നു, ആരുടെ കയ്യിൽ നിൽക്കാത്ത ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവല്ലോ, അങ്ങനെ വരുവാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഗ്രൂപ്പിൽ തന്നെ ചോദിച്ച് അതിൽ എന്നെ ടാഗ് ചെയ്യണം. നിങ്ങൾ എനിക്ക് PM മെസ്സേജ് ചെയ്യുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്താൽ ചിലപ്പോൾ ഞാൻ നോക്കിയെന്ന് വരില്ല, ബിക്കോസ് ലിങ്ക്സ് വരുന്ന സമയമാണ്. 3 ബാച്ചുകാരുടെ ലിങ്ക് വരുന്നുണ്ട്. സോ അതുകൊണ്ട് എനിക്ക് ആരുടെ എങ്ങനെയെന്ന് എനിക്കറിയില്ല, നോക്കാൻ വേണ്ടി പറ്റിയെന്നല്ല. താഴോട്ട് പോയി കിടന്നാല് നിങ്ങൾക്ക് ആ ടൈമിന് റിപ്ലൈ കിട്ടില്ല. മാക്സിമം ഗ്രൂപ്പിൽ തന്നെ ചോദിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അഥവാ ആരെങ്കിലും ഗ്രൂപ്പിൽ ചോദിച്ചു, മറ്റാർക്കെങ്കിലും അതിനുള്ള റിപ്ലൈ അറിയാമെങ്കിൽ നിങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, മിസ് വേറെ ഡൗട്ടും കൂടെ ഉണ്ട്. അല്ല, ഇൻ കേസ് നമ്മുടെ ഫോണിന് എന്തെങ്കിലും ഡാമേജ് വന്നു, നമുക്ക് വേറെ സിസ്റ്റംസ് ഒന്നും ഇല്ല, ഇപ്പൊ കുറച്ച് നാൾ എന്തൊക്കെയായിരുന്നു മിസ് പറഞ്ഞില്ല, മാക്സിമം പോയാൽ 25 days. അപ്പൊ അങ്ങനത്തെ കണ്ടീഷനിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഇളവുകളുണ്ട്? പറഞ്ഞു തരാം. അത് ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞു തരാം. അതായത് നിങ്ങളാണ് ഓൺലൈൻ ചൂസ് ചെയ്തത്, ഞാനാണോ നിങ്ങളാണോ? അല്ല, എന്നാലും ഞാൻ അങ്ങനെ ഒരു കണ്ടീഷൻ വന്നാൽ
ചെയ്യേണ്ടുള്ള അത് പറഞ്ഞുതരാം. അത് നിങ്ങളുടെ സൈഡിൽ നിന്ന് മാത്രമുള്ള പ്രശ്നമാണ്. അതിൽ ഒരു ഇളവോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യണം? അതിനുള്ള സെക്കൻഡ് ഓപ്ഷൻ നിങ്ങൾ തന്നെ കണ്ടെത്തുക. ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ നെറ്റ് കണക്ഷൻ അത് നിങ്ങളുടെ മാർക്കിനെ ബാധിക്കുന്നതാണ്. കാരണം നിങ്ങളാണ് ഇത് ചൂസ് ചെയ്തത്. അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കേണ്ടത് നിങ്ങളാണ്. ഓക്കെ, അതുമായിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലാണ് കേട്ടോ. അവിടെ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ മിസ്സേ. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ ഭയങ്കര മഴ ഇടിയുള്ള സമയത്ത് എത്ര നല്ല നെറ്റുള്ള വീടുകളിലും ചില സമയത്ത് നെറ്റ് കിട്ടത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? അപ്പോഴും മിസ്സിനെ അറിയിച്ചാൽ മതിയോ? പാരന്റിന്റെ അടുത്ത് സംസാരിക്കാം. പേരന്റ് അടുത്ത് സംസാരിച്ചാൽ മിസ്സിന് മെസ്സേജ് ആക്കേണ്ട കാര്യമില്ല. അവരടുത്ത് പറഞ്ഞിട്ട് വേറെ ദിവസം ക്ലാസ് പാരന്റിന് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ എന്റെ അടുത്തൊന്ന് പറയണം, പറഞ്ഞു വെക്കണം. കാരണം പാരന്റ് ഒരു സൈഡിൽ നിന്ന് എനിക്ക് മെസ്സേജ് ചെയ്യും ഈ മിസ് ഇങ്ങനെ, അപ്പൊ എനിക്ക് അറിയണം സത്യാവസ്ഥ എന്താന്നുള്ള കാര്യം. ഓക്കെ, അതൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇങ്ങനെ ഭയങ്കര പാനിക് ആവുക അല്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമേ അല്ല. ഓൺലൈൻ എന്ന് പറയുന്നത് ഭയങ്കര കൂളാണ്. വരുമ്പോ മിസ് ഇപ്പൊ പറഞ്ഞില്ലേ എപ്പോഴും മിസ്സിനെ ലൈനിൽ കിട്ടണമെന്നില്ല. ഗ്രൂപ്പിൽ ബാക്കിയുള്ള പറയണം. ഞാൻ ഗ്രൂപ്പിൽ ചോദിച്ചു കുറെ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് തനിയെ അറിയാം. ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പിൽ തന്നെ മെൻഷൻ ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റവരായിട്ട് എന്ത് വിചാരിക്കുക അതൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഇത് എന്താ പറയാ, അവരവരുടെ കാര്യം നോക്കുക, അങ്ങനെ ചെയ്തിട്ട് പോവാ. ഓക്കെ, ഇപ്പൊ നമ്മൾ പഠിപ്പിക്കുന്ന അടുത്തത് ചില കുട്ടികൾക്കും ഈ റേഞ്ച് ഇഷ്യൂസ് ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് കുട്ടിയെ മാറ്റി തരത്തില്ലേ? ഉറപ്പായിട്ടും. ഡെയിലി റേഞ്ച് ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണ്ടേ? യെസ് യെസ്, ഡെയിലി ഉണ്ടെങ്കിൽ അങ്ങനെ ഇന്നില്ല പക്ഷെ നാളെ ഓക്കെ ആയാലേ, ഇതുവരെ ഓക്കെയാണ് ഇന്നൊരു ദിവസം ഇല്ല എന്നുണ്ടെങ്കിൽ അത് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അന്ന് ജസ്റ്റ് കുട്ടിയുടെ പറയാ ലീവോ എന്തെങ്കിലും ആക്കുക. 3 ദിവസത്തിൽ കൂടുതൽ ഇത് തുടരുവാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇത്രയാണ് കാര്യങ്ങൾ. ഇനി അപ്പപ്പോൾ ഡൗട്ട്സ് മീൻസ് വലിയ രീതിയിലുള്ള ഡൗട്ട്സ് ചെറിയതാണെങ്കിൽ നിങ്ങളുടെ ഇടയിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ട് അത് തീർക്കുക. മെന്റർ അടുത്തും നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം, മെന്റേഴ്സിന്റെ അടുത്തും നിൽക്കുന്നില്ല, ലൈക്ക് താഹിറ മിസ്സിന്റെ അടുത്ത് പറഞ്ഞിട്ടും ആൾക്കും അതിനൊരു ആൻസർ ഇല്ലെങ്കിൽ മാത്രം എന്നെ കണക്ട് ചെയ്യുക. ഓക്കെ, ഓക്കെ. വേറെ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ അത്യാവശ്യം എല്ലാം ചോദിച്ചിട്ടുണ്ട്. മിസ് ഇനി ആർക്കെങ്കിലും മിസ്സേ ഒരു ഡൗട്ട് കൂടെ ഉണ്ട് മിസ്സേ. ആ. ഒരു മോഡ്യൂളില് 2 സബ്ജക്റ്റുകൾ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു ദിവസം 2 എടുക്കണോ? എത്രാമത്തെ ഏത് ഡേ ആണെന്നൊന്ന് പറഞ്ഞേ. ഇപ്പൊ മോഡ്യൂൾ 1-ൽ തന്നെ ഫാമിലിയും വന്നിട്ടുണ്ട്, പിന്നെ നമ്പേഴ്സ് 1 to 5 അതേപോലെ 1-2 വന്നിട്ടുണ്ട് അങ്ങനെ. അപ്പൊ നമ്മളത് എടുത്താൽ മതിയോ? മാത്രം നിങ്ങൾ ലെസൺ പ്ലാൻ എഴുതിയാൽ മതി, നോ പ്രോബ്ലം. അങ്ങനെയൊക്കെ വന്നാലും പ്രശ്നമില്ല. ഓൺലൈനിൽ അതൊന്നും വലിയ ഇഷ്യൂവേ അല്ല കേട്ടോ. മിസ് ആ കറക്റ്റ് ഓർഡറിൽ തന്നെ പോണോന്നില്ലല്ലോ. നമ്മൾ കവറപ്പ് ചെയ്താൽ പോരെ? അത്യാവശ്യം യെസ്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അതൊക്കെ ടീച്ചേഴ്സ് ഓട്ടോണമി, എല്ലാം നിങ്ങളുടെ ഇഷ്ടം. എന്ത് പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കണം, അതിലൊന്നും എന്റെ അടുത്ത് വന്ന് ചോദിക്കണ്ട കേട്ടോ. ഇല്ല. എങ്ങനെ ആ ഒരു ഓർഡർ തന്നെ പോണോന്നൊക്കെ ചിന്തിക്കുന്ന സ്റ്റുഡൻസ് കാണും ഇതിന്റെ അകത്ത്. അങ്ങനെ ഇല്ല. മാക്സിമം ടോപ്പിക്കുകൾ മാക്സിമം കവർ ചെയ്യാൻ നോക്കുക. അത്രേ ഉള്ളൂ. മിസ് ഒരു കാര്യം കൂടി, ഈ ഫോളോ അപ്പിനെ പറ്റി പറഞ്ഞില്ലേ, നമ്മൾ അന്നന്ന് എടുത്ത ക്ലാസ് അവർക്ക് വീണ്ടും ഇങ്ങനെ വാട്സപ്പിൽ പറഞ്ഞു കൊടുക്കണോ ഇന്നതാണ് എടുത്തതെന്ന്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നും വേണ്ട. അതായത് ജസ്റ്റ് വാവ എഴുതിയായിരുന്നോ, അല്ലെങ്കിൽ നമ്മളിപ്പോ ക്ലാസ് എന്ന് പറയുമ്പോൾ എഴുതിക്കേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുക, ക്ലാസ് കഴിഞ്ഞിട്ട് ഇന്ന് എഴുതിയതൊക്കെ മിസ്സിനൊന്ന് അയച്ചതാ കേട്ടോ. അത്ര മതി. ജസ്റ്റ് ഒരു ചെറിയൊരു ഫോളോ അപ്പ്. അവർ കണക്ഷൻ ഉണ്ട് എന്നുള്ളത് അവർക്ക് തോന്നണം. പിന്നെ ക്ലാസ് കഴിഞ്ഞ് ചടയപ്പടയെന്ന് പറഞ്ഞ് അങ്ങ് പോവുക, അതല്ല. അങ്ങനെയുണ്ടല്ലോ, ഫോളോ അപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ അയച്ചിട്ടുണ്ടെങ്കിലും നമ്മളെ ചോദിക്കാൻ പോകരുത്. കാര്യം നമ്മൾ അവർക്ക് അല്ലേ ഫ്രീ ആയിട്ട് ക്ലാസ് ആണ്, നമ്മൾ കമ്പൽ ചെയ്യേണ്ട കാര്യമില്ല. ഒരിക്കലും ഇല്ല. അതാ നിങ്ങളടുത്ത് പറഞ്ഞു, നിങ്ങൾ ഹോംവർക്സ് ഒക്കെ കൊടുക്കാനേ ഉള്ളൂ. അവർ ചെയ്യണമെന്ന് നമുക്കൊരു നിർബന്ധവും ഇല്ല കേട്ടോ. അതിപ്പോ നിങ്ങൾ ഒരു ജോലിയായിട്ടാണെങ്കിൽ അത് നിർബന്ധമായിട്ട് അവർ ചെയ്യിക്കുക എന്നുള്ളത്. പക്ഷെ ഇതിപ്പോ നമ്മൾ ഫ്രീ ആയിട്ട് എടുക്കുന്നതിനെ കൊണ്ട് നമ്മൾ ചെയ്തേ പറ്റൂ. ആ കുട്ടി ഇങ്ങനെ വല്ലാണ്ട് അവർ ഇങ്ങനെ ഇതങ്ങനെ ആവരുത്. ഒന്നാമത് എക്സാമിന്റെ ഒക്കെ ഒരു ടൈമാണ്. അതുകൊണ്ട് അവർക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വെറുതെ അവരെ ഇടങ്ങാറാക്കരുത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ വരുന്നത് കേട്ടോ. അവർക്ക് വേണ്ടി നിങ്ങൾ പോകുന്നതല്ല, അത് മനസ്സിലാക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. അതേപോലെ മിസ് ലിങ്കിന്റെ പറഞ്ഞില്ല മിസ്, നാളെ എങ്ങനെ? 12 മണിക്ക് മുൻപായിട്ട് അയക്കണം എന്ന് പറഞ്ഞു. നമ്മൾ ഡെയിലി ലിങ്ക് അയക്കുകയാണെങ്കിൽ ടൈം ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ ടൈം അത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എപ്പോഴാണോ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പൊ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. ശേഷം സ്റ്റാർട്ട് ചെയ്തിട്ട് കുട്ടി ജോയിൻ ചെയ്യുമല്ലോ, കുട്ടി അതിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങളുടെ ക്ലാസ് ഒന്ന് കുറച്ച് സ്മൂത്ത് ആകുമ്പോൾ എനിക്ക് ഇടുക, പെട്ടെന്ന് ഒരു റിങ് തരാം, ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. കുട്ടി വന്നതിന് ശേഷം മാത്രം ലിങ്കിന്റെ മിസ് പറഞ്ഞു
മിസ് പറഞ്ഞ ക്ലാസ്, അതായത് ഞങ്ങൾ ലിങ്ക് അയച്ചു കഴിഞ്ഞ് മിസ് ആദ്യം ക്ലാസ്സിൽ കയറുമെന്ന് പറഞ്ഞു. കയറി കഴിഞ്ഞതിന് ശേഷം മിസ്സിനെ കോൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ? വേണ്ട വേണ്ട, പിന്നെ കഴിഞ്ഞു, പിന്നെ ഞാനുമായിട്ടുള്ള ബന്ധം കഴിഞ്ഞു. അങ്ങനെയല്ല, പിന്നെ എനിക്ക് ഇടണ്ട, എനിക്ക് PM ലിങ്കും വേണ്ട, നിങ്ങളുടെ കോളും വേണ്ട. ഓക്കെ. ലിങ്കിൽ കയറി കഴിഞ്ഞാൽ കോൾ ചെയ്യാൻ പറ്റില്ല. ആ Call അതിന് അങ്ങനെ കയറുന്നതിന് മുമ്പ് ചെയ്യണം. മുമ്പ് ചെയ്യണം. ചെയ്യുന്നെങ്കിൽ കോളൊക്കെ വരും, സൂമിൽ വരുവേ, അതൊന്നും പ്രശ്നമില്ല. സൂമിൽ വരും, പക്ഷെ മിസ് ചില സമയത്ത് കട്ടാവും നമ്മുടെ ക്ലാസ് ഇല്ലേ, സൂമിൽ കട്ടാവാറുണ്ട്. ഗൂഗിളിലും ചില സമയം അങ്ങനെ കിട്ടാറില്ല മിസ്സേ, എപ്പോഴും സൂമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കോള് പോവാറില്ല. ചില സമയങ്ങളിൽ സൂമിൽ കോൾ. ഓക്കെ, അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാട്ടാ. ശരി, അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ സെഷൻ. നമുക്ക് സെഷൻ അല്ല, മീറ്റിംഗ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലെ? നീ എന്തേലും ചോദിക്കാനുണ്ടോ? പെട്ടെന്ന് ചോദിച്ചോ, എന്തേലും ഉണ്ടെങ്കിൽ. നാളെ ഒരു ദിവസം മാത്രമല്ലേ ഗ്രൂപ്പിൽ ലിങ്ക് ഉള്ള, ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം മിസ്സിന് പേഴ്സണൽ മെസ്സേജ് എന്നല്ലേ മിസ് പറഞ്ഞത്? ലിങ്ക് എന്റെ മൂന്ന് സ്ഥലങ്ങളിലേക്ക് ഡെയിലി ഇടണം. എല്ലാവരും പറഞ്ഞോണ്ട് കൺഫ്യൂഷൻ, ഇനി മൊത്തത്തിൽ ഒന്ന് മാറ്റണം. കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാണ്ടാക്കരുത് കേട്ടോ. അതായത് മിസ് കയറിയതിന് ശേഷം മിസ്സിന് ലിങ്ക് ഇടണ്ട, പിന്നെ ഡെയിലി ഗ്രൂപ്പിലും പാരന്റ്സിനും ഇടണമെന്നല്ലേ പറഞ്ഞേ? കറക്റ്റ്. അഥവാ മാർക്ക് കുറയൂ. അതായത് ഞാൻ പറഞ്ഞുതരാം. 15 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവരുടെയും ലിങ്കുകളും ഒന്ന് കൗണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാവരുടെ ലിങ്ക്സും കൗണ്ട് ചെയ്യുമ്പോൾ അതിൽ 15 ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കംപ്ലീറ്റഡ് അല്ല. ഓക്കെ, കറക്റ്റ് 15 ദിവസം. അതിൽ കൂടിയാൽ പ്രശ്നമൊന്നുമില്ല, കുറയരുത് കേട്ടാ. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതിൽ ബാക്കി ചെക്കിങ്സ് കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ലിങ്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ചിലർക്ക് ടൈം സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് പ്രശ്നമില്ല കേട്ടോ, അതൊന്നും പ്രശ്നമില്ല. അപ്പൊ ഇപ്പൊ തുടങ്ങിക്കോ എല്ലാവരും സൂം പഠിക്കാൻ വേണ്ടിയിട്ട്. ഒരു സമയത്തുണ്ടല്ലോ, ഇപ്പൊ നിങ്ങൾക്കൊക്കെ സൂം എല്ലാം തറവാണ്. ഫസ്റ്റ് നമ്മളൊക്കെ കൊറോണയുടെ ഒരു ടൈമിലാണ് നമ്മുടെയൊക്കെ ഇതിന്റെ ഒക്കെ ഒരു ടൈം. എന്റെ അമ്മ, ഒരു ലിങ്ക് ഉണ്ടാക്കാൻ പെട്ട പാട്, വിളിക്കാൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല, കാല് പിടിക്കാൻ ഒരാളും ബാക്കിയില്ല എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ എല്ലാം ഈസി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഡൗട്ട്സ് ഒക്കെ പാരന്റ്സിനെ കോൺടാക്ട് പറഞ്ഞല്ലോ 25-ാം തീയതി. 25-ാം തീയതി എന്ന് പറഞ്ഞില്ല, അപ്പൊ 10 ദിവസം എക്സ്ട്രാ വരുന്നില്ലേ? യെസ്, 10 ദിവസം വരുന്നുണ്ട്. അപ്പൊ 25-ാം തീയതി വരെ ഞങ്ങൾ ലിങ്ക് ഇടണം എന്നല്ല മിസ് പറഞ്ഞത്? 15 ഡേയ്സിൽ കൂടുതലാവില്ല അപ്പൊ? മകളെ, നിങ്ങള് 15 ദിവസത്തെ ലിങ്കേ ഇടണ്ടുള്ളൂ. ഞാൻ 10 ദിവസം എക്സ്ട്രാ തരുന്നത് പറയാൻ പറ്റൂല, മനുഷ്യന്മാരാണ്, പനി വരാം, അസുഖം വരാം, അത് ഇത്. കുട്ടികൾക്ക് വേണമെങ്കിൽ 2 ദിവസം ലീവ് വേണമെന്നുണ്ടാവും, എക്സാം ഉണ്ടാവും. അങ്ങനെയൊക്കെ വരുമ്പോ ലീവ് കുറച്ച് ആവശ്യമായ 10 ദിവസം ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് എവിടെയും അപ്ലൈ ചെയ്യാം. അതേ സമയത്ത് അത് 10 ദിവസം കിട്ടിയ ചാൻസ് മുതലാക്കാന്ന് വെച്ചാൽ അത് ചെയ്യണ്ട. തീർത്ത അത്രയും സമാധാനമാണ്, വേഗം തീർത്ത അത്രയും സമാധാനം. സാറ്റർഡേ സൺഡേ ഉണ്ടല്ലോ, അതോ എടുക്കണോ? സാറ്റർഡേ സൺഡേ പാരന്റ് പറയാണ് ഇന്ന് എടുത്തോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുക്കേണ്ടി വരും. അതേ സമയത്ത് അവരായിട്ട് നിങ്ങൾ മാക്സിമം സാറ്റർഡേ ഒക്കെ എടുത്തോളൂ, സൺഡേ ലീവ് കൊടുത്താൽ നിങ്ങൾക്ക് വേഗം തീർത്താ തീർന്നില്ലേടാ. എല്ലാ ദിവസവും ഒരേ ടൈം തന്നെ ആവണം, അങ്ങനെ ഉണ്ടോ മിസ്? അതെന്തായാലും അങ്ങനെ വേണം കേട്ടോ. അത് അഥവാ പാരന്റ് പറയുവാണ് ഇന്ന് നമുക്ക് ഇങ്ങനെ പുറത്തു പോകാണ്ട്, നിങ്ങൾക്ക് ഇന്ന ടൈം ഓക്കെ ആണോന്നുണ്ടെങ്കിൽ ഷൈലൊക്കെ ഓക്കെ ആണെങ്കിൽ ആ ടൈം എടുത്തു കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേക്ക് മാറ്റി വെക്കാം. ഓക്കെ, മുൻകൂട്ടി എന്തുണ്ടെങ്കിലും മുൻകൂട്ടി പറയാൻ വേണ്ടി പറയാ. നിങ്ങളാണെങ്കിൽ ഇനി അഥവാ ക്ലാസ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ തലേന്ന് തന്നെ പറയാൻ വേണ്ടി ശ്രദ്ധിക്കുക. മാം പിന്നാണെങ്കില് പിന്നെ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്, അതായത് ഒരു മിനിറ്റ്, നിങ്ങള് കുട്ടികൾ ഒരിക്കലും നിങ്ങളെ വെയിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. നിങ്ങൾ അവരെ വെയിറ്റ് ചെയ്യുന്ന രീതിയിലേക്കാണ് വരേണ്ടത് കേട്ടോ. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ക്ലാസ്സിൽ നിന്ന് നേരത്തെ തട്ടിക്കൂട്ടി അതിന് മാർക്കുണ്ടേ. അല്ലേ മിസ്സേ? അങ്ങനെ ചില ടീച്ചേഴ്സ് ചെയ്യും. നമ്മുടെ പോർഷൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത സംഭവം കംപ്ലീറ്റ് ആയി, അപ്പൊ ഇനി ടൈം ഉണ്ട് ബാലൻസ്, അപ്പൊ നിങ്ങൾ എന്തെങ്കിലും എന്റർടൈൻ ചെയ്യുക, അല്ലാതെ ഇറങ്ങി ഇത്രയും ഇന്നത്ര മതി എന്ന് പറഞ്ഞ നമുക്കൊരു ഇത്ര സമയം തന്നിട്ടുണ്ടല്ലോ. മാം നമുക്കിപ്പോ ഈ കറക്റ്റ് ഇപ്പം കണ്ടിന്യൂ ആയിട്ട് നമ്മളൊരു 15 ദിവസം എടുത്തു. നമുക്കിപ്പോ ഒരു 15 ദിവസം കൊണ്ട് തന്നെ ക്ലാസ് തീരുവാണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് നിർത്താലോ? 15 ദിവസം എടുത്താൽ മതിയല്ലോ? മതി. ടീച്ചർ വിളിക്കാന്ന് പറയണ്ടേ, ഇങ്ങനെ ഫസ്റ്റ് ഡേ വിലോട് എന്താ പറയുന്നത്? നിങ്ങൾക്കൊരു ഫ്രീ ട്യൂഷൻ പറഞ്ഞിരുന്നില്ലേ, ഞാനാണ് നിങ്ങളുടെ ട്രെയിനർ എന്ന് പറയാ. കമ്പനി മെൻഷൻ ചെയ്യണമെന്നില്ല,
മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ IRD എന്നുള്ള രീതിയിലും NSTC എന്നുള്ള NS ഗ്ലോബൽ അക്കാദമി അങ്ങനെ എന്തെങ്കിലും പറയുന്നതിനെ കൊണ്ട് പ്രശ്നമില്ല. രണ്ടും സെയിം ആണ് കേട്ടോ. IRDയുടെ ആണ് എനിക്ക് NSTC. മിസ് ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മള് മാക്സിമം കുട്ടികളെയൊക്കെ ഒഴിവാക്കി മിസ് പറഞ്ഞൊക്കെ അങ്ങനെ തന്നെ ഇരിക്കാം, വേറെ ഡിസ്റ്റർബൻസ് ചില വീട്ടിലെ സാഹചര്യങ്ങളിൽ നമ്മൾ എത്ര വെറും പൊടിമക്കള് ചില സമയത്ത് കയറി വന്നാൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാനോ അല്ലെങ്കിൽ എങ്ങനെ രീതി കൈകാര്യം ചെയ്യണം ആ കുട്ടിയെ നമ്മുടെ ഓപ്പോസിറ്റ് വളരെ എമർജൻസി ആണെങ്കിലൊക്കെ അതൊക്കെ അവർ അക്സെപ്റ്റ് ചെയ്യും. എങ്ങനെ ചെയ്താലും നിങ്ങളുടെ ഇഷ്ടമാണേ. ചില ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറ്റും, പിന്നെ ക്ലാസ് വേണമെങ്കിൽ നീട്ടി എടുത്താൽ മതിയല്ലോ, അല്ലെങ്കിൽ ആ അങ്ങനെ ചെയ്താലും മതിയല്ലോ. ഒരുപാട് കുട്ടികൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കൂല, അത് നിങ്ങൾ മനസ്സിലാക്കണേ. കുട്ടികൾ ഒരിക്കലും അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കില്ല. അവർ എങ്ങനെയെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയാൽ ഓടാൻ നിൽക്കുന്നവരാ. ഒരുപാട് വെയിറ്റ് ചെയ്യാൻ ഒന്ന് ഹോൾഡ് ചെയ്യാൻ. നിങ്ങളൊക്കെ എത്ര ഭാഗ്യവാന്മാരാ. നിങ്ങൾക്ക് ഒരു കുട്ടിനെയാ തരുന്നത്, നമുക്ക് 30 കുട്ടികളെ തന്നേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കാം. 30 കുട്ടിയൊക്കെ തരും. ഞാൻ അങ്ങനെ ട്രെയിനിങ് എന്ന് വിചാരിച്ചില്ല. ഒരു കുട്ടി എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ സന്തോഷിച്ചു, എനിക്ക് സന്തോഷിച്ചു. പക്ഷെ ഒരു ടീച്ചർ ബേസ് ചെയ്തിരിക്കും. ചില കുട്ടികൾ അങ്ങനെ എളുപ്പമൊന്നും അല്ല, അങ്ങനെ എളുപ്പം എന്നാൽ ചില കുട്ടികൾ വെറും സിമ്പിൾ ആയിരിക്കും. അവരെ കയ്യിലെടുക്കാൻ ഏറ്റവും വലിയ ടാസ്ക്. കഴിഞ്ഞ ബാച്ചിലുള്ള ഒരു പാരന്റ് ഇപ്പൊ ഞാൻ ഫ്രീ ട്യൂഷന്റെ ലിങ്ക് ഇട്ട സമയത്ത് അവർ ചോദിച്ചു അന്ന് എടുത്ത് അതേ ടീച്ചറെ കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ആ ടീച്ചറുടെ ഒരു പവർ. ഞാൻ പറഞ്ഞ ആ ടീച്ചറൊക്കെ ഏതോ സ്കൂളിൽ ഇപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അതൊന്നും നടക്കില്ല എന്നുള്ള കാര്യം. സോ അതുകൊണ്ട് ഇങ്ങനെ നിങ്ങളെ കൊണ്ട് അങ്ങനെ ഒരിക്കലും മറക്കരുത് ഈ കുട്ടി. ഓക്കെ, ഒരു 15 ദിവസമാണെങ്കിലും ഈ ടീച്ചർ എന്നും ഉണ്ടായിരിക്കണം മൈൻഡില്. ഒരുപാട് ലെറ്റേഴ്സ് ഒക്കെ കൊടുത്ത കുട്ടികളൊക്കെ ഉണ്ട്. പഠിപ്പിച്ച എത്ര വില്ലൻ കുട്ടിയാണെങ്കിലും ഇരിക്കും അല്ലേ മിസ്? നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ ഒരു സ്കില്ലൊക്കെ പോലെ ഇരിക്കും. ചാടി ചാടി നിൽക്കുക. ഓക്കെ, ഹാപ്പി ഹാപ്പി ആയിട്ട് ഇരിക്കുക. കുട്ടിക്ക് തന്നെ ചിരി വരണം. നിങ്ങളുടെ ഫേസ് കണ്ടാല് ചിരി വരാത്തവരും ചിരിക്കണം. അതിന് കോമാളിത്തരൊന്നും കളിക്കരുത്. എന്നെ പോലെ ചളിയൊന്നും അടിക്കരുത് കേട്ടോ. കുറച്ച് പറയണം, ഒരുപാട്. യെസ്, അത് നമ്മള് ഞാനിങ്ങനെ ജഡ്ജ് ചെയ്തിട്ടുണ്ട്. മീൻസ് ജഡ്ജിങ്ങിന് പോയിട്ടുണ്ട്. ലൈക്ക് 500 ടീച്ചേഴ്സിൽ 10 പേരെ സെലക്ട് ചെയ്യണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 500ൽ 10 സെലക്ട് ചെയ്യണമെങ്കിൽ എത്ര കഷ്ടപ്പാടുണ്ടെന്നുള്ള കാര്യം. ആ സമയത്ത് നമ്മളുടെ ക്രൈറ്റീരിയാസ് ഇതൊക്കെയായിരുന്നു കേട്ടോ. അതിൽ മെജോറിറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് നിങ്ങൾക്ക് ഒന്നുകൂടി ഇനിയൊരു അങ്ങനെ ഒരു കരിയർ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓൺലൈൻ ആയിട്ട് അതും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും കേട്ടോ. അതിനും കൂടി ഇത് ഹെൽപ്പ് ആവുന്നുള്ളതാണ്. ഓക്കെ, ഷർമിനൊക്കെ നല്ല കോട്ടൊക്കെ ഇട്ടിരിക്കുമ്പോ തന്നെ ആ കുട്ടികൾക്കും പാരന്റിനും തന്നെ ഒരു ഇതുണ്ടാവും. ഞങ്ങളുടെ ക്ലാസ് മാത്രമേ ഉള്ളൂ എല്ലാ ക്ലാസ്സിലും വൃത്തിയായിട്ടിരിക്കുക. എന്താണ് അവളുടെ തന്നെ ചോദിക്കുക? വേണ്ട, അതാണ് അതിന്റെ ഒരു ഇത്. ഓക്കെ, അങ്ങനെ ഇരിക്കുക. മിസ്സിന് ക്ലാസ് എടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലേ? ക്ലാസ് കേൾക്കാൻ ഒരു സ്കൂൾ വന്ന പ്രതീതി ഉണ്ടാവില്ല ഞങ്ങളെ കാണുമ്പോ? അതാണ് സത്യമാണ്. അതിൽ വലിയ കാര്യമുണ്ട്. നിങ്ങൾ തമാശയാക്കരുത്. ഇപ്പൊ ആ ലൈറ്റ് ഇതിൽ ഇപ്പൊ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ആളാര്? ഉറപ്പായിട്ട് ഷർമിനാണ്. ബിക്കോസ് ആ ലൈറ്റിങ്, സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, ഡ്രസ്സിങ് എന്തുകൊണ്ടും പ്രോപ്പർ ആയിട്ട് ഇരിക്കുന്നത് ആളാണ്. ഇതാണ് ഇതിന്റെ ഒരു ഇത്. ഞാൻ ഇപ്പൊ എനിക്ക് എക്സാമ്പിൾ അടക്കം എനിക്ക് പറഞ്ഞുതരാൻ പറ്റിയെന്നുള്ളത് താങ്ക് യു ഷർമിന. കിട്ടിയതാ അവൾ ബ്ലർ ചെയ്തിട്ടേക്കുന്നുണ്ടാ. ടീച്ചിങ് ആയിട്ട് കാണിക്കുമ്പോ അത് ബ്ലർ ആയിട്ടേ കാണിക്കത്തുള്ളൂ. അങ്ങനെ ബ്ലർ ആവരുത്, അത് ശ്രദ്ധിക്കണം എല്ലാരും. ബ്ലർ ഇല്ല, റൂം നല്ല അത് ഞാൻ പൊസിഷൻ ഒന്ന് മാറ്റിയാണ്. അല്ല, ഞാൻ നല്ലൊരു സ്ഥലം കണ്ടുവച്ചിട്ട് കട്ടന്റെ മുമ്പിൽ ഇരിക്കാൻ പറ്റൂലേ? പറ്റും അതൊക്കെ പറ്റും കേട്ടോ. അലപ്പാവരുതെന്നുള്ളൂ. എന്തായാലും അട്രാക്ടിങ് കട്ടൻസ്, അതായത് അട്രാക്ടിങ് കളേഴ്സ് ഉള്ള ബാക്ക്ഗ്രൗണ്ട് വേണ്ട അല്ലേ? അതിലോട്ട് ശ്രദ്ധ പോകത്തില്ലേ? അങ്ങനെ ഉണ്ടല്ലോ. അട്രാക്ടിങ് കളർ പ്രശ്നമില്ല. അതേസമയത്ത് അട്രാക്റ്റീവ് ആയിട്ട് എന്തെങ്കിലും ടോയ്സ് അല്ലെങ്കിൽ മറ്റ് ക്ലോക്ക് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ബേക്കിലുണ്ടെന്ന് കുട്ടി അതായിരിക്കും ശ്രദ്ധിക്കുക. നമ്മൾ ഇവിടെ നിന്ന് വായിട്ട് അലച്ചിട്ട് കാര്യമില്ല. ഒന്നാമത് LKG കുട്ടിയൊക്കെ 1ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ അതൊന്നും പ്രശ്നമൊന്നുമില്ല. കുഞ്ഞു മക്കളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും ചെറുതിനെ മതി എന്ന് വിചാരിക്കും. പക്ഷെ ചെറുതാണ് പ്രശ്നം. വലുതിനെ പിന്നെ നമുക്ക് വെറ്റിക്കെടുക്കാം. വലിയ ക്ലാസ് ആണോ? 3ാം ക്ലാസ് ആണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, എനിക്ക് എളുപ്പമാണ്. ഞാനൊരു ക്ലാസ് കേറി. ഓക്കെ, ലിങ്ക് കിട്ടി കേറി നോക്കുമ്പോ ഈ മിസ് മാത്രമേ ഉള്ളൂ. കുട്ടിയുടെ ചെയർ മാത്രം അവിടെ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞു കുട്ടി എവിടെ? ആവോ മിസ്സേ, ഞാൻ കുറെ മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ആളുടെ പാട്ടിന് പോയതാ. അതുകൊണ്ട് എന്ത് ചെയ്യാ, പിടിച്ചിരുത്താന്നുള്ളത് നിങ്ങളുടെ ടാസ്ക് കേട്ടാ. ഓക്കെ, എനിവേ എന്താ ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ അടിച്ചു പൊളിക്കുക. 15 ദിവസം നിങ്ങളുടെ കൂടെ കട്ടൊക്കെ ഉണ്ടാവും. ഒരു ടെൻഷനും വേണ്ട. ചെയ്യുക കേട്ടോ. നൽകാൻ മിസ്സിനോട് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? ഞാൻ വിചാരിക്കാണ് ജാസ്മിൻ ഒരു ലെക്ചറൊക്കെ മീൻസ് അങ്ങനെ ഒരു വലിയ ലെവലിൽ ഒരു ടീച്ചറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിച്ച് ജാസ്മിൻ എന്തെങ്കിലും ആയിട്ടുണ്ടാവും.
അല്ല ജാസ്മിൻ. ചെറിയ എന്റെ വർക്ക് ഇതാ എന്റെ കാര്യങ്ങളൊന്നും ഒരു ടെൻഷൻ. എനിക്ക് ഈ പടപടാ സത്യല്ലേ? നല്ലതാ നല്ലതാ. ജാസ്മിൻ ലൈക്ക് പെർഫെക്ഷനിസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ജാസ്മിൻ. ഞാൻ യെസ്. ഞാൻ ഈ ഒരു ടൈപ്പ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പൊ വിചാരിക്കുകയാണ് ഇപ്പൊ എന്റെ വാശിന് ടീച്ചർ ഞാൻ വല്ലാണ്ട് വെള്ളം കുടിപ്പിച്ചിട്ടുണ്ടല്ലേ എന്നുള്ളത്. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടിയുള്ള ഡൗട്ട് മൊത്തം ക്ലിയർ ചെയ്യല് ജാസ്മിനാ. ആ ധൈര്യത്തിൽ എല്ലാരും ഇതപ്പോ ഷഹറയൊക്കെ ഇപ്പൊ ഒരക്ഷരം വേണ്ടിയിട്ടില്ല, പക്ഷെ എല്ലാം ക്ലിയർ ആയില്ലേ? ആ ജാസ്മിൻ ഉള്ളോണ്ടല്ലേ. നന്ദി പറ കൊച്ചിനോട്. ഓക്കെ. എന്തായാലും അല്ല നല്ലതാ. ആട് തൊട്ട് അങ്ങനെ അങ്ങനെ പറയുമ്പോലെ പെർഫെക്ഷനിസ്റ്റ് ആണ്. അത് മിസ് പറഞ്ഞ കറക്റ്റ് ആണ്. ചില പറയുമ്പോ പെർഫെക്ഷനിസം ഇസ് വെരി good ഗുഡ്. ഓൾസോ ബാഡ്. എനിക്ക് ഭയങ്കര നല്ലതാ. പക്ഷെ ചില സമയത്ത് നമുക്കത് ബാഡ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവത്തില്ല. സാറ്റിസ്ഫാക്ഷൻ ഭയങ്കര കുറവായിരിക്കും അങ്ങനെയുള്ളവർക്ക്. പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല. അത് ഞാൻ എപ്പോഴും ഞാൻ സാറ്റിസ്ഫൈഡ് ആവുന്ന ആളാണ്. അതെ, അത് അടിപൊളിയാ. അതായത് ഞാൻ ഉദ്ദേശിച്ചത് എന്താ അറിയോ, ഇപ്പൊ ഞാൻ ജാസ്മിനെ കൊണ്ട് പറയുമല്ല, പൊതുവെ പെർഫെക്ഷനിസ്റ്റ് അങ്ങനെ പറയുമ്പോ ഞാനൊരു ക്രാഫ്റ്റ് ഉണ്ടാക്കി, പക്ഷെ അതിൽ ചെറിയ എന്തേലും വന്നത് ഞാൻ ഭയങ്കര പാനിക് ആവും. അതേസമയം ഒരു നോർമൽ ആളാന്നുണ്ടെങ്കിൽ അത് കൂളായിട്ട് എടുക്കും. ഓക്കെ, എനിക്കുള്ളതാണ്. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്നെ ഏൽപ്പിച്ച കാര്യം എത്ര എന്തെങ്കിലും ചെയ്യും. ഞാൻ അങ്ങനെയാ ചെയ്യുന്നത്. വെരി ഗുഡ്. ഞാൻ ആ. പാനിക്കും ആവത്തില്ല, എന്നാ കൂളാവത്തില്ല. അത് ഞാൻ തുറന്നു പറയാം. ഞാൻ കൂളാവത്തില്ല. എനിക്ക് പെർഫെക്ഷൻ അത്യാവശ്യമാണ്. കവറപ്പ് ചെയ്യാൻ വേറെ എന്തെങ്കിലും ചെയ്യും. യെസ് യെസ്. ഞാൻ ഇന്നലെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത, അപ്പൊ എനിക്ക് മറ്റേതൊന്നും കിട്ടിയില്ല. എടാ ഒരു ലിസ്റ്റ് വരും. അത് മാത്രമേ ഇപ്പൊ അവിടെ നടന്നിട്ടുള്ളൂ. ഒരു ലിസ്റ്റ് വരും, അതിൽ പേര് ആഡ് ചെയ്യാം. 24-ാമത്തെ ആളാണ് ഷഹറ എന്നുണ്ടെങ്കിൽ 24 ഷഹറയുടെ നമ്പർ. 24-ാമത്തെ കുട്ടിനെയാണ് ഷഹറ എടുക്കേണ്ടത്. അതെല്ലാരും ശ്രദ്ധിക്കുക. കൊണ്ടുപോയിട്ട് അഷിതാന്റെ കുട്ടീനെ പോയിട്ട് അഖില എടുക്കരുത്. അഷിത പോയി ചോദിക്കുമ്പോൾ പറയില്ല അത് ഓൾറെഡി എനിക്ക് ടീച്ചർ ആയല്ലോ എന്ന് പറയേണ്ട. ഉണ്ടായിട്ടുണ്ടേ, കാര്യമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പുറം ഇപ്പുറം ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്താ പറയാ അത്രയും നല്ലൊരു സഹകരണം കൂടിയേ തീരുള്ളൂ. അപ്പൊ അവരവരുടെ നമ്പറിന് മാച്ച് ആയിട്ടുള്ള കുട്ടികളെ മാത്രം നോക്കിയെടുക്കുക. എന്നെ ഇടങ്ങാറാക്കരുത്. ഞാൻ ഇത്രയും വരെ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞ പെർഫെക്ഷനിസം അത്രയും ഇതുള്ളതാണ് ഞാൻ ഇത്ര ഇതായിട്ട് കൊണ്ടുവരുന്നത് കേട്ടാ. ഓക്കെ. കുറച്ച് മൊഡ്യൂൾസും ഉണ്ട്. പേര് അതുകൊണ്ട് നമ്പർ മാത്രമല്ല, കുറച്ച് മൊഡ്യൂൾസും ഉണ്ട് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് വിട്ടുതന്നത്. യെസ്, ആ മൊഡ്യൂൾസ് ഒരു കാര്യം ചെയ്യ്. ആരാണ് ധന്യ ഒരു കാര്യം ചെയ്യ്. അതും അതുപോലെ ലിസ്റ്റ് ഒന്ന് റീപോസ്റ്റ്. ആരെങ്കിലും ജാസ്മിനോ ധന്യോ ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യാ. ധന്യനെയാണ് ഇതിൽ കാണുന്നത് കേട്ടോ, അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ ആരാന്ന് വെച്ചാൽ അത് ചെയ്യാ. പേഴ്സണൽ ഇനി മെസ്സേജ് എല്ലാവരും ഇനി 23 അവിടെ വരേണ്ട ആവശ്യമില്ല, ഒരാൾ ചെയ്താൽ മതി ട്ടോ. എന്തായാലും അത് ശ്രദ്ധിക്കുക. ഇനി എന്തേലും ഉണ്ടോ? എന്തേലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിച്ചോ. മിസ് ഇടയ്ക്ക് ക്ലാസ്സിൽ നിന്ന് കുറച്ചു നേരം മാറി നിന്നപ്പോഴേ സത്യത്തിൽ ആ ഗ്രൂപ്പ് ലിസ്റ്റിൽ 16 പേരെ ഇതുവരെ ആഡ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ളവർ ഒരാളിപ്പോ പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ. ഞാൻ ആള് ഞാൻ ആഡ് ആയിട്ടില്ല. നമ്പർ പറഞ്ഞ അത് ഞാനിപ്പോ ഒരു വോയിസ് അയക്കും. ആരൊക്കെ ഉണ്ട്? താര മാമിനോടൊന്ന് പറഞ്ഞേക്ക് അവരൊന്ന് കോണ്ടാക്ട് ചെയ്ത് ആഡ് ആക്കുക. അവർ ചിലപ്പം നോട്ട് ചെയ്ത് കാണത്തില്ല. കിട്ടിയോ അറിയത്തില്ല. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഫുൾ കുട്ടി. മാം ഞാനത് ഗ്രൂപ്പിൽ ഇപ്പൊ ചെയ്തിട്ടുണ്ട്. അപ്പൊ 16 പേരുണ്ട്. അപ്പൊ 17 നമ്പർ ഇട്ടിട്ട് ആളുടെ പേരിടാൻ പറ. ഓക്കെ, ഇടാ കേട്ടോ ഷഹറ. ഇനി ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അതൊന്ന് അത് ഞാൻ ഇപ്പൊ ജാസ്മിനെ ഏൽപ്പിക്കാം. അതായിരിക്കും ഒന്നുകൂടി ബെറ്റർ. ജാസ്മിൻ, ഇനി ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ വെറുതെ എനിക്ക് മനസ്സിലായി. ഓക്കെ, ജാസ്മിൻ താഹിറ മിസ്സിനെ ഇൻഫോം ചെയ്താൽ മതി. താര മാം എന്താ ചെയ്യേണ്ടത്? ഞാൻ ചുമ്മാ അതായത് താഹിറ മിസ്സിന്റെ അടുത്ത് പറയാ ഇത്ര പേരേ ഉള്ളൂ, ഇനി ആരെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നാളെ രാവിലേക്ക് മുൻപേ തന്നെ പെട്ടെന്ന് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാ കേട്ടോ. ജാസ്മിൻ ആവുമ്പോ ഇടങ്ങാറാക്കി സെറ്റാക്കിക്കോളൂ. അത് കറക്റ്റാ. ഞാൻ സ്വന്തമായിട്ട് പറയേണ്ട ഒരാളെ കണക്ട് ചെയ്ത് കൊടുത്ത താര മാമിന് ഞാൻ തന്നെയാണ് കണക്ട് ചെയ്ത് കൊടുത്ത് ആഡ് ആക്കിയത്. ഓക്കെ, മിടുക്കി. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ എന്റെ കുറെ പണി ഒഴിഞ്ഞു കിട്ടും. എനിവേ അതൊന്ന് സെറ്റ് ആക്കി കൊടുക്കാൻ സെറ്റ് ആക്കുക കേട്ടാ. ഓക്കെ, ഇനി മിക്കവാറും ആക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ആ ജോലി കൂടെ ചെയ്യാൻ വയ്യ മിസ്സേ. ഞാൻ ഇപ്പൊ LD കഴിഞ്ഞു, MTTS ചെയ്തോണ്ടിരിക്കുന്ന, അബാക്കസ് ചെയ്തോണ്ടിരിക്കുന്ന, അതിന്റെ കൂടെ എന്റെ ജോലി, പിന്നെ ജോയിന്റ് ഫാമിലി. എനിക്ക് വയ്യ, മടുത്ത് ഒരുമിച്ച് ഇങ്ങോട്ട് എടുത്തത് എല്ലാ തലവേദനയും കൂടി. ശരിയാണോ നിനക്കറിയില്ല.
ഈ പെർഫെക്ഷനിസം ഉള്ള ആൾക്കാരുടെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും എന്റെ കൈ എത്തണമെന്നും ഭയങ്കര ആഗ്രഹം, ഭയങ്കര തിരക്കുള്ള ആളാണെങ്കിലും ഞാൻ തന്നെ എല്ലാം ചെയ്യണം. അതുപോലെ എല്ലായിടത്തും എന്റെ കൈ എത്തണം എന്നുള്ള ഒരു ആഗ്രഹം കൂടിയാണ് എനിക്കുണ്ട് കേട്ടോ. എനിക്ക് സത്യമായിട്ടുണ്ട്. ഇന്നലെ മിനിഞ്ഞാന്ന് എന്റെ ഉപ്പ ഉമ്മയും ഗൾഫിൽ നിന്ന് വരുന്ന ദിവസമായിരുന്നു. ബിസി എന്ന് പറഞ്ഞാൽ അത്രയും ബിസി, അത്രയും തിരക്കുള്ള സമയത്ത് അപ്പുറത്തെ വീട്ടിലെ കുട്ടി വന്ന് ഇങ്ങനെ ഒരു പിക്ചർ വരച്ചരോ പ്രൊജക്ടിന് വേണ്ടിയിട്ട്. എനിക്കറിയാം ടൈം ഇല്ല, പക്ഷെ എനിക്കത് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ തന്നെ ഇത് ചെയ്യണം. അനിയത്തിനെ കൊണ്ടാളും ചെയ്യിപ്പിച്ചാൽ മതി എന്നുകൊണ്ട് കൊടുത്തയച്ചു. അവസാനം ഞാൻ തന്നെ ചെയ്തു ഇത്രയും തിരക്കിനിടക്ക്. അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ട് setup മിസ്സേ. ഉണ്ടാവും. കാര്യം എനിക്ക് എത്ര തിരക്കാണല്ലോ ഈ ഇരിക്കുന്ന എല്ലായിടത്തും ചോദിച്ചാൽ ഇവൾമാർക്കെല്ലാം ഞാൻ റിപ്ലൈ പാതിരാത്രിയാണ് ഞാൻ കൊടുത്തിരിക്കും. അതാണ് ഇന്നലെ അടുത്ത് ജാസ്മിൻ എന്ന് പറഞ്ഞു കുട്ടിയെ കുറെ ആൾക്കാർക്ക് മിസ് റിപ്ലൈ കൊടുത്തില്ല. ഞാൻ ആർക്കാ റിപ്ലൈ തരാത്തെ? ഞാൻ എല്ലാവർക്കും റിപ്ലൈ റിപ്ലൈ കൊടുത്തില്ലെന്നല്ല ഉദ്ദേശിച്ചത് മിസ്, മീറ്റിംഗിന്റെ കാര്യം റിപ്ലൈ, മീറ്റിംഗ് എന്നാണെന്നുള്ളതാണ്. ഞാൻ മാക്സിമം നിങ്ങൾക്ക് റിപ്ലൈ തരാം. എന്റെ വാട്സപ്പ് ചാറ്റ്സ് എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഒരു ദിവസം എത്ര ബിസിയാന്നുള്ളത്. ഇപ്പൊ ജാസ്മിൻ പറയുന്ന പോലെയാണോ എനിക്കറിയില്ല, ചിലപ്പോ അതിനേക്കാളും ആയിരിക്കാം. കാരണം പല കമ്പനീസ് ഉണ്ട്, പല കുട്ടികളുണ്ട്, പല മാനേജേഴ്സ് ഉണ്ട്. അപ്പൊ അതിലും ബിസി ആയിരിക്കും. ബിസി ആയിട്ട് ഞാൻ പോവാണ്. സോ അതുകൊണ്ട് അഥവാ താഴെ പോവാണ്, പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അർജന്റ് ആയിട്ട് റിപ്ലൈ വേണ്ടതാണെങ്കിൽ എന്നെ റിങ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് ഗൈസ്. ഇന്നത്തെ Thank you, ma'am. മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ, ഗുഡ് നൈറ്റ് ഓൾ. താങ്ക് യു മാം, ഗുഡ് നൈറ്റ്. Thank you, ma'am. Good night. Thank